വന്നു ദോഷിയാമെന്നെയും എന്നെയും തേടി വന്നു ദോഷിയാമെന്നെയും ഇത്ര സ്നേഹം ഉയിർ കൊടുത്തെനിക്ക ഇത്ര സ്നേഹം ഉയിർ കൊടുത്തെനിക്ക മന്നവൻ നീപ്പാലേഴുതല്ല ഓ മന്നവൻ നീപ്പാലേഴുതല്ല എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും നിർത്തിയിടുക കളങ്കം മാറ്റേശുവേ നിർത്തിയിടുക കളങ്കം മാറ്റേശുവേ കാടൽ തിരുന്നു ഞാനെന്റെ പളുങ്കു കാടൽ തിരുന്നു ഞാനെന്റെ മധുരഗാന മധുരഗാന രഥമതിലേറി തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ സന്തോഷവും അതിലേറെ അനുഗ്രഹീതവുമായിരിക്കുന്ന ഈ വിശുദ്ധ പകൽ ദൈവത്തിൻ്റെ വിലപ്പെട്ട മക്കളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ലഭിച്ച നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഈ പകൽ വരെ നിങ്ങളുടെ കൂടെ 3 ദിവസങ്ങളായിരിക്കാൻ ദൈവമിടയാക്കി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കാനിടയായി. പല ഭവനങ്ങളിലായി വ്യത്യസ്ത സമയങ്ങളിലെ ആഹാരങ്ങൾ കഴിപ്പാനിടയായി. സ്നാന ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങൾ നിങ്ങളോട് ദൈവവചനം പറയാനിടയായി. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പരിചിതരായ പല പ്രിയപ്പെട്ടവർ, എൻ്റെ നാട്ടുകാരായ പ്രിയപ്പെട്ടവർ, ഞാൻ വിവാഹം നടത്തിയവർ, അങ്ങനെ പല ബന്ധങ്ങളുള്ളവരിവിടെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തുതിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായി ഈ സഭ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ഐക്യതയും ഒരു മനസ്സുമുള്ള ജനമുണ്ടെങ്കിൽ അവിടെ സഭ തനിയെ വളർന്നോളും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സഭയായി നമ്മുടെ ഈ സഭ തീരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കൂടാതെ തുടർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നേക്കാളൊക്കെ ഈ വിഷയങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ് എൻ്റെ ഭാര്യ. കഴിഞ്ഞ 42 വർഷമായി ഞാൻ സ്റ്റേജുകളിൽ നിൽക്കുന്നതിൻ്റെ പുറകിൽ രംഗത്ത് വരാതെ തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചെന്നെ സഹായിക്കുന്ന ഒരു നല്ല ദൈവകൃപയുള്ള സഹോദരിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അത്യാവശ്യം ഫോണിൽ വിളിച്ച് പറയും. അപ്പോൾ പുള്ളിക്കാരത്തിന് സമയം കിട്ടുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചോളും. ഈ പ്രായമൊക്കെ ആയെങ്കിലും എല്ലാ
ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഒക്കെ പൂർണ്ണമായിട്ട് ഉപവാസമാണ്. ഞങ്ങൾ ഇത്രയും ആയത് വാസ്തവത്തിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ്. അനേക പ്രാവശ്യം 21, 40, 7, 3 ഇങ്ങനെ ദൈവസന്നിധിയിൽ ചെലവിടാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. അതെല്ലാം പിന്നത്തേത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോഴൊക്കെ ദൈവസന്നിധി വേറിട്ടിരുന്ന് കരയാനും പ്രാർത്ഥിക്കാനും നിങ്ങളെ തന്നെ ആത്മതപനം ചെയ്യാനും തയ്യാറായാൽ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നലെ സ്നാനപ്പെട്ട മകനെ നമ്മുടെ സഭയോട് ചേർക്കണം. അങ്ങനെയൊരു ശുശ്രൂഷയുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 47-ാമത്തെ വാക്യം. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിനെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയ്ക്കകത്ത് ഒറ്റ കൂട്ടരേ ഉള്ളൂ. അതാരാണ്? കാര്യം പറഞ്ഞേ. അവരെ ചേർക്കുന്നത് ഉപദേശിയല്ല, സെൻട്രൽ പാസ്റ്ററോ സ്റ്റേറ്റ് പാസ്റ്ററോ ജനറൽ പാസ്റ്ററോ അല്ല, സൂപ്രണ്ടോ പ്രസിഡന്റോ ഓവർസറോ അല്ല. അവരെ സഭയോട് ചേർക്കുന്നത് ആരാണ്? കർത്താവ്. വളരെ ഗൗരവത്തോടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് ആളുകളെ ചേർക്കുന്നത് കർത്താവ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരെയാണ് കർത്താവ് സഭയോട് ചേർക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ട്. ജനിച്ചു വന്ന പിള്ളേരെല്ലാം സഭയല്ല, ഹോളി വരുന്ന ആൾക്കാരെല്ലാം സഭയല്ല. അവർക്കെല്ലാം കൂട്ടായ്മ വന്ന് പങ്കെടുക്കാം. വീട്ടിൽ ജനിച്ചതുകൊണ്ട് ആരും സഭയാകുന്നില്ല. വീണ്ടും ജനിക്കുമ്പോഴാണ് സഭയാകുന്നത്. എന്നോട് ഞാൻ ആ പദം പറയുന്നു. വീട്ടിൽ ജനിച്ചതുകൊണ്ട് ആരും സഭയാകുന്നില്ല. വീണ്ടും ജനിക്കുമ്പോഴാണ് സഭയാകുന്നത്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ കൂടി വരുന്നതാണ് സഭ. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിക്കേണ്ടതിന് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു. മത്തായി ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനുമെന്ന് അവരോട് പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അപ്പൊ ശിഷ്യന്മാരോട് ഏറ്റവും ഒടുവിൽ കർത്താവ് പറഞ്ഞത്, പിതാവിനോട് കേട്ട വാഗ്ദത്തം ഞാൻ ചെന്ന് പിതാവിനോട് വാങ്ങി നിങ്ങളുടെ മേൽ അയച്ചു തരും. നിങ്ങൾ ശക്തി ലഭിക്കുവോളം ശക്തി നഗരത്തിൽ പാർപ്പിനെന്ന് പറഞ്ഞു. നമ്മുടെ പ്രസംഗ വിഷയമല്ല, ഞാൻ കുഞ്ഞിനെ ചേർക്കുന്ന ബന്ധത്തിൽ പറയാം. അപ്പം കഴിക്കാൻ 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെ എണ്ണം കൂട്ടിയാൽ ഏതാണ്ട് ഒരു 15000 പേരോളം ഉണ്ടായിരുന്നു. പുരുഷന്മാർ മാത്രമാണ് 5000. അന്ന് 20 വയസ്സിന് മേളിലുള്ളവരെയാണ് പുരുഷന്മാരായിട്ട് എണ്ണുന്നത്. അപ്പം അങ്ങനെ തന്നെ എത്ര പേരുണ്ട്? 5000. നിശ്ചയമായിട്ടും അവരുടെ കൂടെ 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, ഭാര്യമാര് എല്ലാം കൊണ്ടൊരു വലിയൊരു പുരുഷാരം ഉണ്ട്. പക്ഷെ ആത്മാവിനെ പ്രാപിക്കാൻ 120 പേരെ ഉള്ളായിരുന്നു. അപ്പം തിന്നാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ആത്മശക്തി പ്രാപിപ്പാൻ 120 പേരെ ഉള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ 120 പേര് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം,
പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ശ്രദ്ധിച്ച്, ആ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണും 120 പേരുടെ സംഘം. 120 പേരുടെ സംഘം ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരുന്നു. ആരാ കാത്തിരുന്നത്? സംഘം. സഭയല്ല, സംഘം. കൂടിവരവെല്ലാം സംഘങ്ങളാണ്. അവിടെ 1000 കാണും, 10,000 കാണും. അതെല്ലാം സഭയല്ല, അതെല്ലാം സംഘങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് ഒരു സംഘം സഭയാകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഉയരത്തിലെ ശക്തി എപ്പോൾ സംഘത്തിന്റെ മേൽ വീഴുമോ അപ്പോൾ സംഘം എന്തായി മാറും? സഭയായി മാറും. ശാന്തമായിട്ട് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവരെ 10 ദിവസം കാത്തിരുന്നു. 10 ദിവസം കാത്തിരുന്നു. ഏതാണ്ട് 240 മണിക്കൂർ ഒറ്റ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മർക്കോസിന്റെ മാളികമുറി എന്നറിയപ്പെടുന്ന ഭവനത്തിൽ, സിയോൻ മാളികയിൽ നിരന്തരമായ പ്രാർത്ഥന. മറ്റൊരു പ്രോഗ്രാം ഇല്ല, സങ്കീർത്തനം വായനയില്ല, ഗസ്റ്റ് ഭാഷയുടെ പ്രസംഗമില്ല, സാക്ഷി പറച്ചിലില്ല, മറ്റൊരു പരിപാടിയില്ല. പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന മാത്രം. 10-ാമത്തെ ദിവസമായപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഒരു ചെറിയ കുറവ് നമ്മുടെ ഇടയിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തുന്നു. നമ്മളെ തിരഞ്ഞെടുത്തത് 12 പേരായിരുന്നല്ലോ. അതിൽ ഒരുവൻ അവനെ ആക്കിയ സ്ഥലത്തേക്ക് നീങ്ങിപ്പോയി. ഇപ്പം നമ്മൾ ആ ഒരു കുറവ് നമുക്ക് എന്ത് ചെയ്യണം? നികത്തണം. സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിച്ചു, അവൻ നീങ്ങിപ്പോയ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. ഈ വാക്യം വായിച്ചിട്ട് ഏത് കാര്യം ചെയ്താലും വാക്യത്തിൽ കൂടെ ചെയ്യാവും. വചനത്തിനില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ ചീട്ടിട്ടു മദ്യാസിനെ തിരഞ്ഞെടുത്തു. ഇപ്പൊ 12 പേര് ആയി. അവരുടെ മേൽ കൊടിയ മുഴക്കത്തോടെ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരോരോരുത്തരുടെ മേലും പതിഞ്ഞു. 3 സംഭവങ്ങൾ. മുഴക്കമുണ്ടായി, വീട് നിറഞ്ഞു, നാവ് പ്രത്യക്ഷമായി, ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ആത്മപകർച്ച കയ്യടി മാത്രമല്ല, ആത്മപകർച്ച 1-2 അന്യഭാഷ പറയുന്നതല്ല, ആത്മപകർച്ച ഇരിക്കുന്നിടം മുഴുവൻ നിറയുന്നതാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ കൊച്ചു ഹോള്, ഇത് പള്ളിയൊന്നുമല്ല, ഇത് ഒരു കമ്മ്യൂണിറ്റി ഹാളോ അതുകൊണ്ടാണ്. നമ്മളിരിക്കുമ്പോൾ മാത്രമേ ഇത് സഭയുള്ളൂ. നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പലതും ആവും. പ്രൈസ് ദി ലോർഡ്. ഇത് സഭയാകുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരം അകത്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ ഇത് ബിൽഡിങ്ങാണ്. അപ്പം ബിൽഡിങ്ങിനല്ല വില, അകത്ത് വരുന്നത് നമ്മക്കാണ് വില. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിൻ്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളാണ് കർത്താവിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരെ 120 പേരും കൂടെ ഇറങ്ങി വന്ന ആത്മശക്തിയാൽ നിറഞ്ഞിട്ട് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിർത്തിയിട്ടില്ല, ഇന്നും തുടരുകയാണ്. വേർപാട് സഭക്കാരൊക്കെ പറയുന്നത് നിന്ന് പോയാൽ നിന്നിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ, തുടരുക. കർത്താവിന്റെ സഭയെ എന്ന് കർത്താവിന്റെ അടുക്ക കൊണ്ടുവന്നാക്കും അന്ന് വരെ ആത്മാവ് ഇവിടെയുണ്ട്. അവിടെ പൗലോസ് പറഞ്ഞ് തടയുന്നവൻ വഴിയിൽ നിന്ന് മാറണം. പിശാച് ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ട്, പക്ഷെ അവൻ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടാത്തത് തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് മാറും സഭയം കൊണ്ട് പോകുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. എലയാസർ റിബേക്കയും കൊണ്ട് വന്നപ്പോൾ
അബ്രഹാമിന്റെ സന്നിധി വിട്ടിറങ്ങി വരുന്ന ഇസഹാക്ക് തല ഉയർത്തി നോക്കി. അപ്പോ എലിയാസറിന്റെ കൂടെ ഒട്ടകപ്പുറത്ത് വരുന്ന റിബേക്കയും തല ഉയർത്തി നോക്കി. എലിയാസറിനോട് ചോദിച്ചു, നമ്മെ എതിരേറ്റ് വരുന്ന ആ പുരുഷനാരാണ്? ഉടനെ എലിയാസർ പറയുന്നു, നിന്നോട് ഇത്രയും കാലം ഞാൻ പറഞ്ഞ ആ മണവാളനാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എലിയാസറിനോട് ഇസഹാക്ക് ചോദിക്കുന്നു, നിന്റെ കൂടെ വരുന്ന സ്ത്രീ ആര്? ഉടനെ എലിയാസർ പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിക്കൊണ്ടുവരുന്ന മണവാട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസഹാക്ക് റിബേക്കയെ കൂട്ടിക്കൊണ്ട് അബ്രഹാമിന്റെ അടുക്കൽ പോയി വിവാഹം കഴിക്കുക. ഒരു നിഴലാണ്. അതേപോലെ സഭയം കൊണ്ട് മധ്യാകാശത്തിലോട്ട് കർത്താവ് ചെല്ലും, ആത്മാവ് ചെല്ലുമ്പോൾ ആത്മാവിനോട് ചോദിക്കും, നിന്റെ കൂടെ വരുന്ന ഇവരാരാണ്? പ്രൈസ് ദി ലോർഡ്. ഉടനെ ആത്മാവ് പറയും, കാൽവറിയിൽ നീ ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുത്തിട്ട് ഞാൻ ഒരുക്കി കൊണ്ടുവരുന്ന മണവാട്ടിയാണ്. അപ്പൊ ആത്മാവിന്റെ പണി സഭയെ ഒരുക്കുകയാണ്. ഒരല്ലിയ പറഞ്ഞാട്ട് ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, സഭയെ എന്ത് ചെയ്യാണ്? ഒരുക്കിക്കൊണ്ട് കറയില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, നിർമ്മലയായ, നിഷ്കളങ്കയായ ഒരു മണവാട്ടിയെ ഒരുക്കി കൊണ്ടുചെല്ലുകയാണ്. അതല്ലേ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സഭയെ കർത്താവിന് പരിചയപ്പെടുത്തേണ്ടതും കർത്താവിനെ സഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതും ആരാണ്? പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ എൻ്റെ കൂടാണോ? അപ്പൊ ആത്മാവിനെ തന്നേക്കുന്ന വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുക. എന്തിനാണ്? വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുക. നമുക്കിവിടെ ഏത് സാധനം മേടിച്ചാലും ബാർകോഡ് ഉണ്ടല്ലേ? അല്ലേ? നാട്ടിൽ നിന്നും സാധനം കൊണ്ടുവരാം, വീട്ടിലുണ്ടാക്കിയാണെങ്കിലും കൊണ്ടുവരാം. ബാർകോഡ് വെച്ച് കവർ ഉണ്ടാക്കി നമ്മളത് പാക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ബാർകോഡ് സഹിതമുള്ള കവറാണെങ്കിൽ ഇവന്മാരെടുത്ത് കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം അവരാദ്യം എടുക്കുമ്പോൾ നോക്കുന്ന വീട്ടിലുണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് കവറാണോ അതോ ബാർകോഡുള്ള കവറാണോ നോക്കും. ഉള്ളതാണെങ്കിൽ കമ്പനിയുടെ സാധനമാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ നമുക്കിവിടെ ഇറക്കാം. സ്തോത്രം. അല്ലേ പറഞ്ഞേ? അങ്ങോട്ട് ചെല്ലുമ്പോഴും ബാർകോഡ് ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. ആ മുദ്രയാണ് ആത്മാവ്. ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അതിലൂടാണോ? നമ്മുടെ എല്ലാം കൈയുടെ തോപ്പലേക്ക് ഒരു വട്ടത്തിൽ പാട് കിടപ്പുണ്ട്, ഇല്ലേ? അത് പതിഞ്ഞ പാടാ. പണ്ടെന്നോ അച്ചു കുത്തിയപ്പോൾ, ഇപ്പം അതിൻ്റെ സിസ്റ്റം എല്ലാം മാറി. ഇപ്പം എല്ലാം വാക്സിനൊക്കെ ആയി. പ്രൈസ് ദി ലോർഡ്. ഈ പാട് പതിഞ്ഞതുപോലെ ആത്മാവ് ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അല്ലേ പറഞ്ഞേ? അവരെല്ലാവരും സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ബെന്തക്കോസ് പെരുന്നാൾ നടക്കുകയാണ്. ബെന്തക്കോസ് പെരുന്നാളിന് യഹൂദന്മാരുടെ 12 ഗോത്രത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കുക. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവം. അവരുടെ 7 പെരുന്നാളുകളിലെ പ്രധാനപ്പെട്ട പെരുന്നാൾ. അതിന് ജനമെല്ലാം കൂടെ വന്നിരിക്കുമ്പോഴാണ് ഇവിടെ കൊച്ചിയിൽ ഇത്ര മുറിക്കകത്ത് 120 പേരുടെ ആത്മാവിലുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. അവിടെ മറ്റ് സംഗീത ഉപകരണം ഒന്നുമില്ല, ആരാധനയും പ്രാർത്ഥനയും മാത്രം. ഈ ആരാധന ബഹുദൂരത്തോളം എത്തി. ഒരല്ലേ പറഞ്ഞേ? എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഈ 120 പേരുടെ ആരാധന 5000 വാട്സിന്റെ സിസ്റ്റം വെക്കാതെ, അതിനിടയ്ക്കിടയ്ക്ക് എക്കോ ഇട്ട് കൊടുക്കാതെ ഈ സാധനം അങ്ങ് യെരൂശലേം ദേവാലയം വരെ എത്തി. അത് ആത്മാവിന്റെ മുഴക്കം. ആത്മാവിന്റെ മുഴക്കം ഉണ്ടായാൽ പിശാചിന്റെ കെട്ടഴി. സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. എവിടെ ആത്മാവിന്റെ മുഴക്കം ഉണ്ടാകുമോ അവിടെ പിശാചിന്റെ കെട്ടഴി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കേട്ട ആത്മാവിന്റെ ശബ്ദം അവിടെയുള്ള ജനത്തെ ഇങ്ങോട്ട് ആകർഷിച്ചു. എപ്പോഴാണ് സഭ വളരുന്നത്? എപ്പോഴാണ് സഭ വളരുന്നത്? പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് ആത്മാവിന്റെ മുഴക്കം
എപ്പോൾ ഉയരുമോ അപ്പോൾ സഭ വലുതാ. അല്ലെങ്കിൽ പറയണം പ്രൈസ് ദി ലോർഡ്. ഈ ജനമെല്ലാം കൂടെ വന്ന് 3000 പേര് അവിടെ വന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അവരുടെ കാര്യം 3000 എഴുതിയേക്കുന്നത്. അവിടെ 30,000 പേര് വന്നതാണ്. വരുന്നവരുടെ എല്ലാം കൂടെ പേരെഴുതുന്നല്ല നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം. വന്നവരിൽ വചനം കേട്ട് സ്നാനപ്പെടുന്നവരുടെ പേരെഴുതുന്ന ഈ പുസ്തകം. നല്ല ഹല്ലേലൂയ പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ വന്നത് 12 ഗോത്രത്തിൽ നിന്ന് 30,000 പേര് വന്നതാണ്. അവരുടെ ഒരു ഉത്സവത്തിന് 3 ലക്ഷം 4 ലക്ഷം പേരൊക്കെയാണ് വരുന്നത്. ഈ ശബ്ദം കേട്ട് ഓടി വന്നവരിൽ അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, നിങ്ങൾ ഈ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ കഴിഞ്ഞ 7 ദിവസമായി നേർച്ച കിട്ടു, പിടിപ്പണം വാരി, പിന്നെ അവിടെ ധർമ്മം കൊടുത്തു, ഇതെല്ലാം ചെയ്തിട്ടും ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇല്ല. പക്ഷെ നിങ്ങളിതൊന്നും ചെയ്തില്ല, പക്ഷെ മുഖത്ത് ഭയങ്കര സന്തോഷം. ഈ സന്തോഷം പ്രാപിക്കാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അങ്ങനെയാണെ ആത്മശക്തിക്കകത്ത് എന്തോ ഉണ്ട്? പറ. വാടിയ മുഖം ആർക്കും ഇല്ല. ഇന്ന് രാവിലെ ആരും നിരാശപ്പെട്ടിരിക്കരുത്. ആത്മശക്തി പ്രാപിച്ചവന്റെ മുഖത്ത് ആത്മാവിന്റെ സന്തോഷം ഉണ്ടായിരിക്കണം. അത് കരമടിച്ച് നല്ല പറഞ്ഞേ ഹല്ലേലൂയ. സഭ നിരാശയുടെ സ്ഥലമല്ല. നിങ്ങൾ എൻ്റെ കൂടെയാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ. സ്തോത്രം. അപ്പൊ സഭയ്ക്കകത്ത് സന്തോഷം. സന്തോഷം കണ്ടപ്പോ അവര് ചോദിച്ചു, ഇത് ഞങ്ങൾക്കൂടെ കിട്ടാൻ എന്തോ ചെയ്യണം? ഉടനെ മറുപടി പറയാൻ 11 പേര് ഒന്നിച്ചെഴുന്നേറ്റു. അതാ കൃപ. അല്ല, ഇപ്പം നമ്മുടെ ബഹുമാനായ PC ചെറിയാൻ പാസ്റ്റർ എഴുന്നേക്കും എന്ന് പറഞ്ഞില്ല. ഹലോ, നമ്മുടെ സഭയുടെ ലീഡറായിരിക്കുന്ന പത്രോസ് ഇപ്പൊ എഴുന്നേറ്റ് മറുപടി പറയുമെന്ന് പറഞ്ഞില്ല. 11 പേരും കൂടി എഴുന്നേറ്റ് മറുപടി പറയും. അങ്ങനെയാണ് ആത്മാവ് പ്രാപിച്ച് എല്ലാരും മറുപടി പറയാൻ തയ്യാറാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആത്മാവ് പ്രാപിച്ച് എല്ലാരും മറുപടി പറയാൻ തയ്യാറാണ്. കാരണം മറുപടി പറയുന്നത് ആത്മാവാണ്. സ്വതന്ത്രം പറഞ്ഞേ, നിങ്ങൾ എന്ത് പറയണ്ടുവെന്ന് നിങ്ങൾ വിഷമിക്കണ്ട. ആ സമയമാകുമ്പോൾ ആത്മാവ് നിങ്ങളെ കൊണ്ട് അത് പറയിക്കും. ഒരല്ലേ പറഞ്ഞേ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോന്ന് ചോദിച്ചാൽ അതിന്റെ ഗൗരവം വളരെ വലുതാകട്ടെ. 11 പേര് എഴുന്നേറ്റു. പത്രോസ് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതാ, പ്രസംഗിച്ചതല്ല. സ്തോത്രം. ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്കത് ലഭിക്കണം. അങ്ങനെ അന്ന് 3000 പേരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തു. അല്ലല്ലേ പറഞ്ഞു? എല്ലാവരും അല്ലല്ലേ പറഞ്ഞില്ല? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദിവസം കൊണ്ട് സഭയ്ക്കകത്ത് 3120 പേരായി. നോട്ടീസ് അടിച്ചോ? ഫ്ലെക്സ് അടിച്ചോ? പാസ്റ്ററുടെ ഫോട്ടോ വെച്ചുള്ളതായ ബോഷർ വെച്ചോ? വീട് കയറി ട്രാക്ട് കൊടുത്തോ? സഭയ്ക്കകത്ത് ആത്മാവിറങ്ങിയാൽ, പ്രൈസ് ദി ലോർഡ്, ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അടിസ്ഥാനപരമായി 7 കാര്യങ്ങൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്ത് ചെയ്യണം? സഭയ്ക്കകത്തുള്ള മുഴുവൻ പേരും ആരായിരിക്കണം? മാനസാന്തരപ്പെട്ടവരായിരിക്കും. എന്ന് പറഞ്ഞാൽ 50 വീഡിയോ വലിച്ചോണ്ടിരുന്നവൻ അതിൻ്റെ എണ്ണമെല്ലാം കുറച്ച് ഇപ്പൊ 10 വീഡിയോ വലിക്കുന്നുള്ളൂ. ബാക്കി 40 എണ്ണം കളഞ്ഞു. അതല്ല മാനസാന്തരം. 4 കുപ്പി കള്ളു കുടിച്ചോണ്ടിരുന്നവൻ ഇപ്പൊ അതെല്ലാം നിർത്തിയിട്ട് 1 കുപ്പിയാക്കി. അതല്ല മാനസാന്തരം. 2 കിലോ അവരുടെ ചോറ് തിന്നവൻ അതെല്ലാം കുറച്ചിട്ട് ഇപ്പോൾ അത് 4 ഉരുളയായിട്ട് കഴിക്കുകയാണ്. അതല്ല
ശ്രദ്ധിച്ചേ, നമ്മൾ വന്നുകൊണ്ടിരുന്ന ആ വഴിയിൽ നിന്ന് നേരെ തിരിഞ്ഞു. പിശാച് നടത്തിക്കൊണ്ടിരുന്ന വഴിയിൽ നിന്ന് നേരെ തിരിഞ്ഞു യേശുവിലേക്ക് നടക്കുകയാണ്. ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നും നടപ്പ് തീരത്തില്ല. ഹാനോക്ക് 300 വർഷം നടന്നപ്പോഴാണ് അങ്ങ് എത്തിയത്. ഒരല്ലേ പറഞ്ഞു? നിങ്ങളെ ശ്രദ്ധിക്കണേ. അപ്പൊ ഒറ്റ ദിവസം ഇങ്ങോട്ട് വന്ന ഉടനെ ഒന്നും അങ്ങ് ചെല്ലത്തില്ല. നടക്കണം, ചേർന്ന് നടക്കണം. ചേർന്ന് നടക്കുമ്പോൾ വിഗ്രഹാരാധിയെ സ്നേഹിതനാക്കി. ആരാക്കി? അതാ ദൈവം. എവിടെയോ വിഗ്രഹം ഉണ്ടാക്കി വിറ്റോണ്ട് നടന്ന ഒരുത്തനെ പിടിച്ചിട്ട് സ്നേഹിതനാക്കിയിട്ട് ഇപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയാണ്. എന്റെ സ്നേഹിതനായി നിന്നോട് പറയാതെ ഞാൻ എന്തുവരെ ചെയ്യുമോ? നോക്കി, എന്തോ ബന്ധമാണെന്ന് നോക്കി. ഹലോ, ഒരു വിഗ്രഹാരാധിയെ വിളിച്ച് ദൈവം പറയണം, നിന്നോട് പറയാതെ ഞാൻ എന്തേലും ചെയ്യുമോ? ആ ബന്ധം എങ്ങനായി? സ്വതന്ത്രം പറഞ്ഞേ. ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ ഒരാളോട് കൈമാറുന്ന നിലയിൽ അവൻ സ്നേഹിതനായെങ്കിൽ, സഭ ക്രിസ്തുവിന്റെ കൂടെ നടക്കുമ്പോൾ സ്നേഹിതരായി മാറണം. നല്ലല്ലേ പറഞ്ഞേ? അല്ലെ, ആ സ്നേഹിതര് തമ്മിൽ സ്നേഹം പങ്കിടുക. ഒരു രാത്രി മൊത്തം അവർ നിന്ന് കളഞ്ഞു കേട്ടോ, ഇരുന്നില്ല. ഈ കൂടെ വന്ന 2 പേര് ന്യായവിധിയുടെ ദൂത് പറയാൻ വേണ്ടി സോദോമിലോട്ട് പോയി. യഹോവ ദൈവം അവിടെ തന്നെ നിന്നു. അബ്രഹാമും അവന്റെ സന്നിധിയിൽ തന്നെ നിന്നു. ഒറ്റ രാത്രി ആ നിപ്പ് നേരെ പുലരുന്നത് വരെ നിന്നു. ആകെ 4 കാര്യമേ പറഞ്ഞോളൂ. നമ്മളെ 4000 കാര്യം പറയാൻ 10 മിനിറ്റൊക്കെ മതി. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ നമ്മളൊരു എല്ലാം കൂടെ പറഞ്ഞ് നമ്മുടെ കാര്യം, ഭാര്യയുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, പിള്ളേരുടെ കാര്യം, അച്ഛൻ്റെ കാര്യം, അമ്മായിമ്മയുടെ കാര്യം, നാത്തൂൻ്റെ കാര്യം എല്ലാം കൂടെ പറഞ്ഞ് സഭയുടെ കാര്യം, ഭാഷകാര്യം എല്ലാം പറയാൻ നമുക്കൊരു 15 മിനിറ്റൊക്കെ മതി. ഇത് പക്ഷെ ഒറ്റ രാത്രി മുഴുവൻ ഒരു സ്നേഹിതനോട് പറയാണ്, ഞാൻ സോദോമിനെ നശിപ്പിക്കാൻ പോവുകയാണ്. അവരുടെ പാപം അത്ര വലുതായി എൻ്റെ ചെവിയിലെത്തി. ഉടനെ ഇത് കേട്ട 5 മിനിറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചോദിക്കുക. ആര് തമ്മിലാ? ദൈവം അബ്രഹാമും സ്നേഹിതന്മാരാ. 50 പേരവിടെ ഉണ്ടെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്ന 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുവോ? സ്വർഗത്തിന്റെ പദ്ധതിയല്ലേ. ഇവിടുത്തെ ചോദിച്ച ഉടനെ മറുപടി പറയാനൊക്കോ? ഹലോ, ന്യായവിധിയുടെ ലഘൂകരിച്ചുകൊണ്ട് വരിക. ഇപ്പൊ പറഞ്ഞു, ഓക്കെ 50 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. 40, 30, 20, 10 വരെ വന്നപ്പോഴത്തേനും നേരം എടുത്തു. ഇപ്പൊ എത്ര സമയം എടുത്തു 4 കാര്യം പറയാൻ? നമ്മുടെ പ്രാർത്ഥനയുമായിട്ടൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. നമ്മളങ്ങ് പ്രാർത്ഥിച്ചിട്ടേക്കുമല്ലയോ, എപ്പോഴേലും ഒക്കെ മറുപടി കിട്ടുന്നു. അബ്രഹാം അങ്ങനല്ല. അബ്രഹാം മറുപടി കിട്ടിയിട്ട് അടുത്ത പ്രാർത്ഥന ചോദിക്കുന്നു, മറുപടി പറയുന്നു, പിന്നെയും ചോദിക്കുന്നു, പിന്നെയും മറുപടി പറയുന്നു. നേരം എടുത്തു. നമ്മൾ അരമണിക്കൂർ ഉറങ്ങിപ്പോന്ന എന്നാന്നറിയാമോ? സാന്നിധ്യം അനുഭവിക്കാത്തതുകൊണ്ടാണ്. ആലയത്തിലാണെങ്കിലും വന്നിരിക്കുമ്പം മുതൽ സാന്നിധ്യം അനുഭവിക്കണം. നല്ല സ്വതന്ത്രം പറഞ്ഞേ. സാന്നിധ്യത്തിന്റെ കൂടെയാണെ വായിക്കോട്ടയും വരത്തില്ല, ഉറക്കവും വരത്തില്ല, ക്ഷീണവും വരത്തില്ല. നീ ഇങ്ങനെ ആത്മാവി കത്തിക്കൊണ്ടിരിക്കും. അതാ ആത്മാഭിഷേകം എന്ന് പറയുന്നത്. രാവിലെ ആലയത്തിനകത്ത് വരുമ്പോൾ ദൈവമക്കൾ അനുഭവിക്കേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവര് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ആരാ കേൾക്കണ്ടേ? സ്നാനപ്പെട്ടവർക്കാണ് ഉപദേശം. പ്രൈസ് ദി ലോർഡ്. ഉപദേശം കേൾക്കുന്നവര് വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടണം. അതല്ലേ പറഞ്ഞേ?
അപ്പൊ സഭ എല്ലാത്തിൽ നിന്നും വേർപെട്ടവരാ. ഹലോ, അശുദ്ധനും വിശുദ്ധനും തമ്മിൽ ഒന്നിച്ചു പോത്തില്ല. വിഗ്രഹങ്ങൾക്ക് ആലയത്തോട് എന്തോ ബന്ധം ഒന്നുമില്ല. ജഡീകനും ആത്മീകനും ഒന്നിച്ചു പോകുന്നതല്ല സഭ. പ്രാകൃതനും ആത്മീകനും ഒന്നിച്ചു പോകുന്നതല്ല സഭ. ആത്മീകരും മാത്രം ഒന്നിച്ചു പോകുന്നതാണ് സഭ. ഒരല്ലേ പറഞ്ഞേ പ്രൈസലോ. അവിടെ ഞാൻ പറഞ്ഞ എല്ലാം ഒന്നും സഭ അല്ല. പണ്ട് കാനമച്ചൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ മുഖ്യ തിരുമേനി അച്ഛനെ വിസ്തരിക്കാൻ വേണ്ടി വിളിച്ചു. അച്ഛൻ കുപ്പായ ഊരുന്നതിന് മുമ്പാണ്. അപ്പോൾ അച്ഛന് ഒരു 7 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചു. അതിനകത്തൊരു ചോദ്യം, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പുസ്തകത്തിലുണ്ടല്ലോ തിരുമേനി, പക്ഷേ നമ്മുടെ സഭയിലെ ഒരു മദ്യപാനി നമ്മൾ തർജ്ജനം ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, എടോ അവന്മാരെല്ലാം തർജ്ജനം ചെയ്താൽ പിന്നെ പള്ളിയിൽ ആൾ കാണുമോ എന്ന് ചോദിച്ചു. അച്ഛനോട് ചോദിച്ച ചോദ്യം, എടോ അവന്മാരെല്ലാം കൂടെ തർജ്ജനം ചെയ്താൽ പിന്നെ പള്ളിയിൽ, അതുകൊണ്ടാണ് വഴക്ക് പറയാത്തത്. നമ്മളും വഴക്ക് പറയാത്ത ആള് പോകാതിരിക്കാനാ. ഹലോ, അപ്പൊ ഇത് ആള് പോകാതിരിക്കാൻ ആള് കൂട്ടുന്നതല്ല സഭ. സഭ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഉപദേശം കേട്ട് വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടവരുടെ കൂട്ടമാണ് കർത്താവിന്റെ സഭ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ, കരമടിച്ച് നല്ലപോലെ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേർപാട് പാലിച്ചവർ തമ്മിൽ കൂട്ടായ്മ ആചരിക്കണം. വേർപാട് പാലിച്ചവർ തമ്മില് കൂട്ടായ്മ ആചരിക്കുന്നവർ അപ്പം നുറുക്കണം. അപ്പം നുറുക്കുന്നവർ പ്രാർത്ഥന കഴിക്കണം. ഇതാണ് പുതിയ നിയമസഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. ഒരല്ലേലൂയ പറഞ്ഞ. അപ്പൊ അങ്ങനെ ഈ മോന് ഇന്നലെ വൈകിട്ട് സഭയോട് ചേർന്നു. അവനിപ്പോൾ നമ്മൾ മുമ്പോട്ട് വിളിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ചുംബനം കൊടുത്ത് സഭയുടെ അംഗമായിട്ട് കൈ കൊടുക്കാൻ പോവുകയാണ്. പ്രായത്തിലല്ല കാര്യം, അവൻ പ്രാപിച്ച വിശ്വാസത്തിലാണ് കാര്യം. സ്നാനം പ്രായമുള്ളവർക്കുള്ളതുമല്ല, കുഞ്ഞുങ്ങൾക്കുള്ളതും അല്ല. സ്നാനം വിശ്വസിക്കുന്നവർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പൗലോസ് ഒരു ചോദ്യം ചോദിച്ചു. ആരോട്? അക്വിലാസിനോടും പ്രിസ്കില്ലയോടും. കൊരിന്തിയിൽ വന്നപ്പോൾ വലിയ ഉണർവ് കണ്ടു. അപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് അക്വിലാസും പ്രിസ്കില്ലയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ വചനമൊക്കെ പറഞ്ഞതിൽ ഒരു ചൈതന്യം ഇല്ലല്ലോ. അപ്പോൾ പൗലോസ് സംശയം, ഇവർ ആത്മാവിലല്ല ഇതൊക്കെ ചെയ്യുന്ന, ജ്ഞാനത്തിലാണ്. അപ്പം ജ്ഞാനത്തിൽ എന്ത് പറയാം? വചനം പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാളൊക്കെ പാണ്ഡിത്യമുള്ള വചനപരിജ്ഞാനമുള്ള ആളുകളുണ്ട്, പക്ഷേ അവർക്ക് ആത്മാവില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു പക്വത പറഞ്ഞു, കത്തോലിക്കരുടെ പക്വതി വേർപാടുകാരുടെ വചനജ്ഞാനവും ബന്ധിക്കോസുകാരുടെ ആരാധന ഒന്നിച്ചൊരാളിലുണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പോകുന്നത്. അവർക്ക് ഭയങ്കര പക്വതയാണ്. ഞാൻ ഈ മിക്ക ദിവസവും എയർപോർട്ടിൽ നിന്നൊക്കെ എറണാകുളത്തിലോട്ട് പോകുമ്പോഴേ ഒരു 4 മണി 5 മണിക്കൊക്കെ നല്ല 80-75 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ തല മൂടിയുള്ള ഒരു നേരിത് ചുറ്റിക്കൊണ്ട് ഇങ്ങനെ വഴിയെ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകുന്നേ കാണാം. വെളുപ്പിനെ നമ്മൾ പോത്ത് പോലെ ഉറങ്ങുന്ന സമയമാണ്, പക്ഷെ അവർ വെളുപ്പിനെ പോകും. അവർ ചെന്ന പള്ളിയിൽ നിന്ന് പോരുന്നിടം വരെ കുർബാന തീരുവോളം, ബലി അർപ്പിച്ച് തീരുവോളം നിൽക്കുകയാണ്. പ്രായമൊന്നും വിഷയമല്ല, പ്രായമൊന്നും വിഷയമല്ല. ഭയങ്കര ഭക്തിയാണ് അവർക്ക്. സ്തോത്രം. വേർപാടുകാർക്ക് വചനത്തെക്കുറിച്ച് ഭയങ്കര ജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിതൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ആരാധനയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ് നമ്മുടെ ആരാധനയും അവരുടെ വചനവും മറ്റവരുടെ പക്വതയും കൂടെ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്,
അപ്പം നമ്മുടെ ഈ സഭ ടാൻസ്മാനിയയിലെ കോർബോ അല്ലേ, കൊബാട്ടിലെ ഈ സഭ അങ്ങനൊരു സഭയായിട്ട് മാറണം. വെറൈറ്റി ഉള്ളൊരു സഭ. സ്വതന്ത്രം പറഞ്ഞേ, ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പിന് വേണ്ടിയല്ല, കാഹളം ധ്വനിക്കുമ്പോൾ പോകണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കാഹളത്തെങ്കിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ള ഒരു നല്ല സഭയായി തീരുവാൻ. ഹല്ലേലൂയ. സഭയുടെ അംഗമാകുന്ന ഒരാള് സഭയിലെ ശുശ്രൂഷകന് സ്നേഹിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് പോകണം. ആരാ സഭയുടെ അംഗമാകുന്ന ആൾ. ആരാ സഭയുടെ അംഗമാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു നടത്തിപ്പുകാരനുണ്ട്. ആ നടത്തിപ്പുകാരന് നിങ്ങളെപ്പോഴും കീഴ്പ്പെട്ടും അനുസരിച്ചും പോകണം. മത്സരികളായിട്ട് ആരും ആകരുത്. പ്രൈസ് ദി ലോർഡ്. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ഇസ്രായേൽ മക്കൾക്കെല്ലാം കൊടുത്തെങ്കിലും അവർ ദൈവത്തോടും ദൈവത്തിൻ്റെ അഭിഷിക്തരോടും മത്സരിച്ചത് കൊണ്ട് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. അപ്പം നമ്മളിലും ആരും മത്സരികൾ ആകരുത്. 2, കൂട്ടായ്മകൾ മുടക്കരുത്. 3, ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ഉപേക്ഷയായി വിചാരിക്കരുത്. 4, ലഭിക്കുന്ന നന്മയുടെ ദശാംശം ദൈവത്തിൻ്റെ ആലയത്തിൽ നന്മയുണ്ടാകുവാൻ നിങ്ങൾ മനസ്സാടെ കൊണ്ട് അർപ്പിക്കണം. സന്തോഷത്തോടെ അല്ലാതെ ഒന്നും ആരും കൊടുക്കരുത്. കൊടുക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. നിങ്ങളെല്ലാം കൂടെ വിചാരിച്ച് 2 വർഷം സ്വോത്രാഴ്ച ഇട്ടാൽ മതി. ഇവിടെ 2 ഏക്കർ സ്ഥലം മേടിച്ച് മനോഹരമായ ഹോള് പണിത്. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം നമ്മളുടെ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ, ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നപ്പോൾ അവൾ രക്ഷിക്കപ്പെട്ടു. അപ്പം രക്ഷിക്കപ്പെടുന്നതിന് എന്ത് തുറക്കണം? ഹൃദയം തുറക്കണം. ഹൃദയം തുറന്ന് അവള് മനസ്സ് തുറന്നു. അപ്പോൾ അവള് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരു മാന്യായ സഹോദരി എന്ന് കാണുന്നെങ്കിൽ, ഞാൻ ഒരു വിശ്വസ്തയാണെന്ന് കാണുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് സഭായോഗം തുടങ്ങിക്കോളാം. യൂറോപ്പിലെ ആദ്യത്തെ സഭ തുടങ്ങിയത് അവിടെ വീട്ടിലാണ്. ഒരല്ലേ പറഞ്ഞേ, വീട്ടിൽ യോഗം വെക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 40 പേരാന്ന് 40 പേർക്ക് ചായ കൊടുക്കണം. ഗസ്റ്റായിട്ട് വിളിക്കുന്ന ഉപദേശിക്ക് കോഴിയിറച്ചിയും മുട്ടയും കൂട്ടി ചോറ് കൊടുക്കണം. ചിലവുള്ള കാര്യമാണ് അല്ലേ? പിന്നെ പാന്നരത്ത് പുള്ളിക്ക് കവറ് കൊടുക്കണം. അപ്പം ഞങ്ങളുടെ വീട് തുറന്നു പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? മനസ്സിലാകുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ അങ്ങനെ ചെയ്താൽ പിന്നത്തെ തലമുറയുടെ കാര്യത്തിൽ ദൈവം ബാക്കി നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യം നിന്റെ ഹൃദയം തുറക്കണം. ഹൃദയം തുറന്നവന്റെ മനസ്സ് തുറന്നവന്റെ വീട് തുറക്കണം. വീട് തുറക്കുന്നവന്റെ പേഴ്സ് തുറക്കണം. പ്രൈസ് ദി ലോർഡ്. പണ്ട് നമ്മുടെ TG ഉമ്മച്ചൻ അപ്പച്ചൻ എന്ന് പറയുന്ന IPSലെ വളരെ ശക്തനായ ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം കുമ്പനാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വെള്ളിയാഴ്ച പിള്ളേർ ഈ സഭകളിൽ പോകും. ഓരോ സഭയിൽ പോയി പാസ്റ്റർമാരുടെ കൂടെ 2 ദിവസം നിന്ന് വേല ചെയ്തിട്ട് ഞായറാഴ്ച ഒരു കൊച്ചു സാക്ഷി പറയാനൊക്കെ സമയം കൊടുത്ത് ചിലപ്പോൾ 50 രൂപയോ 100 രൂപയൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത്, അതുകൊണ്ടാണ് അവർ തിങ്കളാഴ്ച വീണ്ടും ക്ലാസ്സിന് വരുന്നത്. അപ്പോൾ ഒരുത്തം വന്ന് അവനെ ചോദിച്ചു, നീ ആഴ്ച എവിടെ ആയിരുന്നതാന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നടത്തായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പച്ച അവിടെ 7 ദിവസം ഉപവാസമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അവസാനത്തിൽ 3 ദിവസം ഭയങ്കര ഉണർവായിരുന്നു പറഞ്ഞു. ഭയങ്കര ഉണർവായിരുന്നു പറഞ്ഞു. അപ്പച്ചൻ ചോദിച്ചു, തലയാഴ്ചത്തെ സ്വോത്രകാഴ്ച എത്ര ഉണ്ടായിരുന്ന? അത് 17 രൂപ 80 പൈസ ഉണ്ടായിരുന്നു. ഈ ആഴ്ചയല്ലോ? ഈ ആഴ്ച 16 രൂപ ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ എവിടെയാണ് ഉണർവുണ്ടായെന്ന് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച 17.80 ആയിരുന്നു. ഈ ആഴ്ച ഉണർവ് കൂടിയപ്പം 16 ഹലോ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഉണർവെന്ന് പറയുന്നത് എല്ലാ മേഖലകളിലുമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഉപരിവിപ്ലവം മാത്രമല്ല ഉണർവെന്ന് പറയുന്നത്. ഉണർവെന്ന് പറയുന്നത് അകത്തെ മനുഷ്യൻ പൂർവാധികം ദൈവത്തിന്റെ കൃപയിലാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആയിത്തീരട്ടെ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്ത് ഇത്രയും നേരം പറഞ്ഞ് മോനെ നമ്മൾ സഭയോട് ചേർത്തു. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടവരെല്ലാം ആരാണ്?
സഭയുടെ അംഗങ്ങളാണ്. സഭയുടെ അംഗങ്ങളാണ്. ഇനി നമ്മളെ ഇടയിൽ സ്നാനപ്പെടാനുള്ളവരെല്ലാം എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. നിങ്ങളുടെ സൺഡേ സ്കൂളുകളിൽ, നിങ്ങളുടെ ലേഡീസ് മീറ്റിങ്ങിൽ, നിങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിൽ, നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ചാൽ നീ ഏത് രാജ്യത്തും കയറ്റിവിട്ടു, പേടിക്കണ്ട. പിശാച് അവനെ തൊടത്തില്ല. പിന്നെ ബാബേലിൽ ചെന്നിട്ട് തീക്കകത്തിട്ട് പിള്ളേർ കയറി വന്നല്ലോ. സിംഹക്കുഴി ഇട്ട് കൊച്ചനിഞ്ഞ് കയറി വന്നല്ലോ. ഏത് കുഴി കൊണ്ടിട്ടോട്ടെ, നിന്റെ പിള്ളേർ വിശ്വസ്തരാണെങ്കിൽ ഒരു തീക്ക് നിന്റെ തലമുറയെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. ഈ ശൗമേലിന്റെ പുസ്തകം, 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചേ. ആ, നമുക്കതെല്ലാം കൂടെ വായിക്കാൻ പോയാൽ ഇവിടെ സമയം പോകുന്നതുകൊണ്ട് 3-ാം അധ്യായം 1, 2, 3 വായിച്ചേ. ആ, ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. 5 പരാജയങ്ങൾ അവിടെ ഉണ്ടായി. എന്തുണ്ടായി? 5 പരാജയങ്ങൾ. 1, അക്കാലത്തെ യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദൈവവചനം പറയുന്നില്ല. 1-ാമത്തെ സംഭവം, വചനം ദുർലഭമായി. 2, ദർശനം ഏറെയില്ല. സഭയുടെ കാഴ്ചപ്പാട് പോയി, സഭയുടെ വിഷൻ പോയി. സഭയ്ക്ക് എന്തുണ്ടായിരിക്കണം? ഒരു വിഷൻ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? പറഞ്ഞെല്ലാരും. വിഷൻ ഉള്ളവർക്കാണ് മിഷൻ ഉണ്ടാകേണ്ടത്. മിഷൻ അല്ല ആദ്യം ഉണ്ടാകേണ്ടത്, വിഷനാണ് ആദ്യം ഉണ്ടാകേണ്ടത്. കാഴ്ചപ്പാടില്ലാതെ മിഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. ബീഹാറിലോട്ട് 10 സഭയ്ക്ക് പൈസ അയച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് മിഷനാ, അത് മിഷനാ. പക്ഷെ അതിന് മുമ്പ് എന്തുണ്ടാകണം? അപ്പൊ ഈ ദേശത്തെ കുറിച്ചൊരു വെളിപ്പാട് നിനക്കുണ്ടാകും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ദേശത്തിന്റെ പിശാചിനെ നീ കെട്ടണം. അത്രയും ഗൗരവത്തിൽ പറഞ്ഞാൽ മനസ്സിലാവോ? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്ത് ചെയ്യണം? ഈ ടാസ്മാനിയയില് നിലനിൽക്കുന്ന ഒരു പിശാചും അവന്റെ ദൂതന്മാരും അവന്റെ സിംഹാസനമുണ്ട്. നീ അവന്റെ അതിനകത്ത് കയറിപ്പോവുകയൊന്നും വേണ്ട. നിന്റെ മുറിക്കകത്തിരുന്നാൽ മതി. നിന്റെ മുറിക്കകത്തിരുന്നുകൊണ്ട് നീ ഇവിടെ കെട്ടിയാൽ കർത്താവ് സ്വർഗത്തിൽ കെട്ടും. നീ ഇവിടെ അരിച്ചാൽ കർത്താവ് സ്വർഗത്തിൽ അരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഉള്ളതിനേക്കാട്ടിലൊക്കെ വലിയ സാധനമായിരുന്നു എപ്പസോസിലെ ആകാശത്തുനിന്ന് പൊട്ടി വീണ എന്നവർ വിശ്വസിക്കുന്ന അർത്തമീസ് ആയിരുന്നു. ആരായിരുന്നു? അർത്തമീസ്. ആരായിരുന്നു? അർത്തമീസ്. പൗലോസ് എപ്പസോസിൽ ചെന്ന് ഒരു സ്കൂൾ വാടകയ്ക്ക് എടുത്തു. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഹാൾ എടുത്ത പോലെ ഒരു സ്കൂൾ വാടകയ്ക്ക് എടുത്തു. അപ്പം വാടകയ്ക്ക് എടുക്കുക എന്നുള്ളത് പുതിയ പരിപാടിയൊന്നുമല്ല, പൗലോസിൻ്റെ കാലം മുതലേ ഉണ്ട്. 3 വർഷം ആ സ്കൂളിൽ പാർത്തപ്പം ഇതിൻ്റെ പൈസ കൊടുക്കാനില്ല. അതിന് പുള്ളി ആശാരിപ്പണി ചെയ്ത് കാശുണ്ടാക്കി വാടക കൊടുത്തു. ഇദ്ദേഹം ആശാരിപ്പണിക്ക് പോകാൻ നിങ്ങൾ ഇടയാക്കരുത്, നിങ്ങൾ കാശ് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ശ്രദ്ധിച്ചേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർത്തമീസ് എന്ന് പറയുന്ന ആ ദേശം അടക്കി വാണ അവരുടെ ആരാധനാമൂർത്തി താഴ്വേര് പറഞ്ഞു മറിഞ്ഞു.
പൗലോസ് ഈ മാന്തി പറിച്ചൊന്നുമില്ല, പക്ഷേ അർത്തമീസിനെ മറിച്ചിട്ടപ്പോൾ അവിടെ കേറോപ്പിൽ നടക്കുന്ന 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദ പുസ്തകങ്ങളുണ്ടായിരുന്നു. ഓരോ വീട്ടിലും മന്ത്രവാദ പുസ്തകം. സ്തോത്രം. ഇപ്പൊ എല്ലാ വീട്ടിലും എന്നാ നടക്കുന്നുണ്ട്? അപ്പൊ ഈ മന്ത്രവാദി എല്ലാം കൂടെ മന്ത്രവാദ പുസ്തകം കൊണ്ടുവന്ന് 50,000 വെള്ളിക്കാശ് എന്നൊക്കെ പറഞ്ഞതിന്റെ വില അറിയാമോ? അറിയാമോ? 50,000 വെള്ളിക്കാശ്. യോസഫ് എന്ന് പറയുന്ന മാന്യനായ മനുഷ്യനെ മേടിക്കാൻ എത്ര വെള്ളിക്കാശ് മതി? 20. ഇനി യേശുവിനെ മേടിക്കാൻ എത്ര മതി? 30. രണ്ടും കൂടെ കൂടി എത്രയുണ്ട്? 50. ഇത് വെറും 50 അല്ല, 50,000. അപ്പൊ എത്ര യേശുവിനെ മേടിക്കാനുണ്ട്? എത്ര യോസഫിനെ മേടിക്കാനുണ്ട്? യേശുവിനെ വിറ്റ പൈസ കൊണ്ട് അൽക്കദാമ എന്ന് പറയുന്ന ഒരു ശവക്കോട്ട മേടിച്ചു. ഇപ്പൊ 30 വെള്ളിക്കാശ് ചെറിയ തുകയല്ല. ഇന്ന് പരദേശികളെ അടക്കാൻ വേണ്ടി യെരുശലേമിൽ മേടിച്ചിട്ടേക്കുന്ന അക്കൽദാമ എന്ന ശവക്കോട്ടയുടെ മൊത്തം പൈസ യേശുവിനെ വിലക്ക് വിറ്റ പൈസയാണ്. കാരണം ഇവൻ കൊണ്ടത് ഭണ്ഡാരത്തിൽ ഇട്ടു. ആ പൈസ എടുത്ത് മേടിച്ച സ്ഥലമാണ് അക്കൽദാമ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ 50,000 വെള്ളിക്കാശിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ ടാൻസ്മാനിയെ മൊത്തം മേടിക്കാൻ അന്നത്തെ കാലത്തുള്ള പൈസയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഇത് മൊത്തം പൗലോസിനെ പിന്നെ കൊണ്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അർത്തമീസ് മറിഞ്ഞു, പുസ്തകം കത്തി. ഓരോ വീട്ടിലും തട്ടാന്മാര് ഈ ഇവിടെ രൂപങ്ങൾ പല രൂപത്തിലുണ്ടാക്കുക. കയ്യെ വെക്കാനുള്ളത്, ചെവിയെ വെക്കാനുള്ളത്, മാലയെ വെക്കാനുള്ളത്, പെരയ്ക്കകത്ത് വെക്കാനുള്ളത്, കണ്ണാടി ചില്ലി വെക്കാനുള്ളത്, എല്ലാം കൂടെ ഇങ്ങനെ പല വലിപ്പത്തിൽ വിഗ്രഹങ്ങളെ ഉണ്ടാകും തട്ടാന്മാര്. അവരുടെ എല്ലാം പണി പോയി. ഇപ്പൊ ആരും വീട്ടിലെന്തോ മേടിക്കുന്നില്ല. നിങ്ങൾ ബോർഡടിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ആര് മുറിയിലിരിക്കുന്നേ ഉള്ളൂ? പൗലോസ് എന്ന ഭക്തൻ വാടകയ്ക്കെടുത്ത ബിൽഡിങ്ങിൽ ഉപവാസം, പ്രാർത്ഥന, വചനം പഠിപ്പീര് ഇത് നടക്കുമ്പോൾ ദേശത്ത് ദൈവം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന വിടുതല ഞാൻ പറയുന്നത്. നീ ഇവിടെ ആരാധിക്കുമ്പോൾ പട്ടണത്തിന്റെ പൈശാചിക മണ്ഡലങ്ങളെ ദൈവം കെട്ടും. ഓ റബ ശബ്ദര റൗഷ സൈഡരാധരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തട്ടാമാരുടെ പണി പോയി, മന്ത്രവാദിയുടെ പണി പോയി, ദേവി ഉച്ചി കുത്തി മറഞ്ഞു. ആ സഭയാണ് വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 1-ാമത്തെ സഭയായി മാറി. അപ്പൊ ഏത് അന്യാരാധന മൂർത്തി ഉള്ളിടത്തും മുഴങ്കാലും മടക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ അവിടെ സഭ വളരും. മനസ്സിലാകുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഇന്ന് പകൽ നിങ്ങളുടെ മേലുള്ള അഭിഷേകം ഒന്ന് ജ്വലിപ്പിച്ചാൽ ഈ പട്ടണം ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാ, ഈ പട്ടണം ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. ഓ, വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ കരമടിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥനയിലും ആത്മാവിലും ഉപവാസത്തിൽ തുടരുമെങ്കിൽ ഇവിടെ നടക്കുന്ന ആണ്ടിലൊരിക്കലത്തെ അവന്റെ ആ കൂടി എന്നുള്ള പരിപാടിയില്ലേ, അതെല്ലാം അന്ന് കലഹം ഉണ്ടാവും. അന്ന് അവനത് ചെയ്യാൻ വയ്യാത്തതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ദൈവം പ്രകൃതിയുടെ മേൽ കൈവെക്കും. പിന്നെ കാര്യങ്ങൾ തകിടം മറിക്കും. പ്രാർത്ഥിക്കാൻ ഞാനിതെല്ലാം പ്രവചിച്ചു പറയുകയാണ്. ആത്മാവിൽ ജനം എഴുന്നേറ്റാൽ, ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ദാഗോനെ മറിച്ചിട്ട ശക്തിയാ. ദാഗോൻ നേരം എടുത്തപ്പോൾ മറിഞ്ഞു കിടപ്പുണ്ട്. മറിഞ്ഞു കിടന്നപ്പോൾ അവര് അടുത്ത ദിവസം പുനഃപ്രതിഷ്ഠ ചെയ്തു. എന്തോ ചെയ്തു? നിങ്ങളുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ബോർഡ് കണ്ടില്ലേ, പുനഃപ്രതിഷ്ഠ മഹോത്സവം. മറിഞ്ഞതിനെ പൊക്കി വെക്കുന്നതിനാണ് പുനഃപ്രതിഷ്ഠ എന്ന്
പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൊക്കി വെച്ച അന്ന് രാത്രിയില് തമ്പുരാനെ വീണ്ടും മറിച്ചിട്ട് കഴുത്തും വെട്ടി 2 കൈയും വെട്ടി. കഴുത്തിന് മേളിലുണ്ടെങ്കിലേ കണ്ണുള്ളല്ലോ, കണ്ണുണ്ടെങ്കിലേ നമ്മുടെ നന്മ കാണത്തുള്ളല്ലോ, ചെവി ഉണ്ടെങ്കിലേ നമ്മുടെ ഉയർച്ച കേൾക്കത്തുള്ളല്ലോ, വായുണ്ടെങ്കിലേ നമ്മളെ ശപിക്കത്തുള്ളല്ലോ. അതെല്ലാം നമ്മളെ വെട്ടിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ പോക്ക് വരവുകളെ, നന്മകളെ, ഉയർച്ചകളെ നോക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളെ ദാഗോനെ മറിച്ചതുപോലെ മറിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇവിടെ ഉണ്ട്. ആരോടൊക്കെയോ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. ഓ, പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെയും പിശാചിന്റെ ആഴങ്ങളെയും അറിയുന്നു. രണ്ടും അറിയണം. ദൈവാത്മാവിന്റെ ആഴങ്ങൾ അറിയുന്നത് പോലെ തന്നെ ദുരാത്മ മണ്ഡലങ്ങളുടെ ആഴങ്ങളും ആരറിയണം? ദൈവമക്കള് അറിയണം. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ദൈവം പ്രാർത്ഥനാ മുറിയിൽ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. സ്തോത്രം. പക്ഷെ ഇപ്പം സഭ നടത്തേണ്ട ഏലിക്ക് കണ്ണ് മങ്ങി, ദർശനം നഷ്ടപ്പെട്ടു, വചനം ദുർലഭം. ഇപ്പൊ പുള്ളി വചനം പറയുന്നേ ഇല്ല. സ്തോത്രം. ഫ്രീസറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് ആളുകളെ പിരിച്ച് വിടുകയാണ്. അപ്പൊ ഒന്നാമത്തെ സംഭവം വചനം ദുർലഭം, രണ്ടാമത്തെ ദർശനം ഇല്ല, 3 ഇപ്പൊ ഈ സ്റ്റേജ് വന്നിട്ട് നമ്മുടെ പാസ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഫ്രീസറോ ഞാൻ കൈയടിച്ചാൽ നിങ്ങളും കൈയടിക്കും, ഞാൻ അല്ലലിയ പറഞ്ഞാൽ നിങ്ങളും അല്ലലിയ പറയും, ഞാൻ ആരാധിച്ചാൽ നിങ്ങളും ആരാധിക്കും. എൻ്റെ പണി ആരാധിപ്പിക്കുകയല്ല, ഞാൻ ആരാധിക്കുക. ഞാൻ ആരാധിക്കുമ്പോൾ ജനം കൂടെ ആരാധിച്ചോളൂ. മനസ്സിലാകുന്നുണ്ടോ? ഏലിശ 12 കാളയുടെ കൂടെ ഒരേ കാളയെ പൂട്ടി, അല്ല പൂട്ടിക്കുകയല്ലായിരുന്നു. മനസ്സിലാകുന്നില്ലേ? അപ്പൊ നമ്മുടെ സ്വോത്രം പറയിപ്പിക്കുകയല്ല, നമ്മുടെ സ്വോത്രം പറയണം. അപ്പൊ ഞാൻ ഉറങ്ങിയ സഭ ഉറങ്ങും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഏലി വീട്ടിൽ കിടന്ന് ഉറങ്ങിയതല്ല, തന്റെ സ്ഥലത്ത് കിടന്ന് ശുശ്രൂഷയുടെ സ്ഥലത്ത് കിടന്ന് ഉറങ്ങിയെന്ന്. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഉറങ്ങാനാണ് വീട്ടിൽ പോയി കിടക്കണ്ടേ. അപ്പൊ സഭ മയങ്ങുമ്പോൾ ഇവൻ കൂർക്കം വലിച്ചു. ഇപ്പൊ സഭയ്ക്കകത്ത് ഇപ്പൊ കേൾക്കുന്ന എന്തുവാ? കൂർക്കം വലി. പ്രൈസ് ദി ലോർഡ്. സഭ ഉറങ്ങാനുള്ളതല്ല, സഭ ഉണർന്ന് പ്രവർത്തിക്കാനുള്ളത്. അതിന് പൗലോസ് പറഞ്ഞു, ഉറങ്ങുന്നവരെ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കും. ഒരല്ലേ പറഞ്ഞേ. 4 കാണാൻ കഴിയാതവണ്ണം തൻ്റെ കണ്ണ് തൊട്ട് വാതുക്കൽ പിള്ളേർ 2 കൂടെ ചെയ്യാവുന്ന മുഴുവൻ കുരുത്തക്കേട് കാണിക്കുക. പക്ഷെ പുള്ളി ഇതൊന്നും കാണുന്നില്ല. അവൻ ഈ യാഗവസ്തു വേകുന്നതിന് മുമ്പേ മുപ്പല്ലി കൊണ്ടുപോയി, നമുക്ക് ആ മുപ്പല്ലിക്ക് ഒരു പേരിടാം, ലോകം, പാപം, പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പിന്നെ ഇപ്പം വേണമെങ്കിൽ വാട്സപ്പ്, ഇന്റർനെറ്റ്, ട്വിറ്റർ, എന്തെങ്കിലും 3 മുപ്പല്ലി. ആലയത്തിൽ വന്നപ്പോഴും കൈ മുപ്പല്ലിയും കൊണ്ടാണ് വന്നേക്കുന്നത്. അമ്മമാരത് പോയി എന്ത് ചെയ്തു? വേകുന്നതിന് മുമ്പേ കുത്തിയെടുത്ത് നല്ല കൊഴുപ്പുള്ള ഭാഗം. ഈ ഇറച്ചിക്ക് രുചി വരണമെങ്കിൽ ഇച്ചിരി നെയ്യ് ഇടണം. നമ്മൾ നെയ്യ് മേടിക്കാത്തത് നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളത് കൊണ്ടും പ്രഷർ ഉള്ളത് കൊണ്ടുമാണ്. പക്ഷെ രുചി വരണം എന്തോ വേണം. അപ്പൊ ഇവന്മാർ നെയ്യ് വേകുന്നതിന് മുമ്പ് ഇത് കുത്തിയെടുത്തിട്ട് കൊണ്ടുപോയി നല്ലപോലെ വറക്കും. വറുത്തിട്ട് അച്ഛൻ വഴക്ക് പറയാതിരിക്കാൻ അച്ഛനും കൊടുക്കും. ആർക്ക്? ഏലിക്ക്. അങ്ങനെ ഏലി തിന്ന് സ്ഥൂലിച്ചവനായി. ഞാൻ ആദ്യമൊക്കെ സ്ഥൂലിച്ചതെന്ന് പറഞ്ഞാൽ ഈ വണ്ണം കുറഞ്ഞ ആളാന്നാണ് ഓർത്ത്. സ്ഥൂലിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുള്ളി വണ്ണം വെച്ച് നെയ്യുള്ള കൊഴുപ്പുള്ള ഇറച്ചിയെല്ലാം കൂടെ തിന്ന് കണ്ണിനകത്ത് തിമിരവുമായി. എൻ്റെ കൂടെ ഉണ്ടോ?
ഉപവാസവും ഇല്ല, പ്രാർത്ഥനയിലൊന്നുമില്ല, തീറ്റിയ. ഇപ്പം പിള്ളേർ ഇതെല്ലാം അവിടെ കൊണ്ടു കൊടുത്ത് അപ്പനും തിന്നു, പിള്ളേർ തിന്നു. പിള്ളേർ ജഡികന്മാരുമായി, അപ്പന് സൂരിച്ചവനുമായി. ഇപ്പം പുള്ളിക്ക് തന്നെ 2 കസാറ വേണം. മനസ്സിലാകുന്നുണ്ടല്ലേ? പിന്നെ പുള്ളി തിന്നുക, ഉറങ്ങുക, മറ്റേ പരിപാടിയെല്ലാം നിർത്തി. അദ്ദേഹം ആരാ? ഒന്ന് ചുമേൽ 1:9 വായിച്ച്. അവർ ശീലോവിൽ തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി. അപ്പൊ ഏലി ആരാണ്? പുരോഹിതൻ. 4:18 വായിച്ച്. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത അറിഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ വൃദ്ധനും സൂരിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിന്റെ ന്യായപാലനം ചെയ്തു. അവൻ ന്യായാധിപനായിരുന്നു. അവൻ പുരോഹിതനായിരുന്നു, ന്യായാധിപനായിരുന്നു, പ്രവാചകനായിരുന്നു. കന്നയുടെ തലേക്ക് വീഴ് ദൂത് പറഞ്ഞ ആരാ? ഏലിയ. അപ്പൊ മൂന്ന് യോഗ്യത എന്തൊക്കെയാണ്? ന്യായാധിപൻ, പുരോഹിതൻ, പ്രവാചകൻ. ഇത്രയും യോഗ്യത ഉണ്ടായിരുന്ന മനുഷ്യന് ഇപ്പൊ കണ്ണുമങ്ങി, സ്ഥൂലിച്ചവനായി, ദർശനം പോയി, വചനമില്ലാതെയായി, സ്ഥലത്ത് കിടന്ന് ഉറങ്ങി. യഹോവയുടെ മന്ദിരത്തിലെ വിളക്ക് കെട്ടുമെന്നും പുള്ളി വിളക്ക് കത്തിയാലും അറിയുന്നില്ല, കെട്ടാലും അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നേരമാണ് ആര് പ്രാർത്ഥിക്കാൻ വരുന്നേ? ഹന്ന പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. ഹന്ന പ്രാർത്ഥിക്കാൻ ഒരു വിഷയമുണ്ട്. ഹന്ന പ്രാർത്ഥിക്കാനൊരു, ഇനിയും പറയാൻ പോകുന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവർ 2 ഭാര്യമാരാണ്. ആരൊക്കെയാ? പെനീനയും ഹന്നയും. പെനീനന്നെ ആണ്ടിൽ ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഈ കൊച്ചിനെ കുളിപ്പിക്കുമ്പോൾ, എണ്ണ തേക്കുമ്പോൾ, മുരിയാതിരിക്കാനുള്ള നമ്മുടെ അത് പുരട്ടുമ്പോൾ, ബാമ്പേഴ്സ് കെട്ടുമ്പോഴൊക്കെ പുള്ളി ആരോട് വല്ലാതെ പറയും, ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം, ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനോടെല്ലാം പറയുന്നത്. പക്ഷെ അപ്പുറത്തെ മുറിയിരിക്കുന്ന ഹന്ന ഇതെല്ലാം കേൾക്കണം. ഹലോ. അപ്പൊ ഇവക്കിതെല്ലാം കിട്ടുമ്പോഴും പുള്ളിക്കാരത്തെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദാവീദ്, നിങ്ങളുടെ ഹൃദയം മുഷിഞ്ഞു പോകരുത്. യേശു പറഞ്ഞ് കലങ്ങിപ്പോകരുതെന്ന് ദാവീദ് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയം പറഞ്ഞെല്ലാവരും ഇല്ലായ്മ കൊണ്ട് ആരും മുഷിയരുത്. സമയം വരുന്നുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം വരുന്നുണ്ട്. സമയം വരുമ്പോൾ ദൈവം അത് ചെയ്യും. ഒരു ഹൃദയത്തിൽ പോലും ഒരു മുഷിവുണ്ടാകരുത്. ഇവിടെ പിന്നെ ആകെ ആശ്വസിക്കുന്നത് പള്ളിയിൽ പോയിരുന്നുണ്ടോന്ന് പ്രാർത്ഥിക്കുമ്പോൾ. പ്രയാസം വരുമ്പോൾ നീ പോയിരുന്ന് എന്ത് ചെയ്തോണം? പ്രാർത്ഥിച്ചോ. അപ്പൊ ഈ ഭർത്താവ് ഇവളെ ആശ്വസിപ്പിക്കാൻ വന്നു പറഞ്ഞിട്ട്, ഈ 10 പിള്ളേരെക്കാട്ട് ഞാൻ നിനക്ക് നല്ല, ഏത് കെട്ടിയോൻ പിള്ളേരാകാൻ നോക്കിയാലും പിള്ളേർക്ക് ഭാരമാകത്തില്ല. കെട്ടിയോനായിരിക്കും, കെട്ടിയോളായിരിക്കും. പിള്ളേർ തന്നെ പറഞ്ഞേ വേണം. നിങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ വാഗ്ദത്തം പ്രാപിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ആലയത്തിൽ വന്നിരുന്ന് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഈ കണ്ണ് മങ്ങിയ പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഊറിയ കാഴ്ചപ്പാടിൽ ഈ ചെറി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അനങ്ങുന്നുണ്ട്. അവിടെ ചിലപ്പം രക്തം ജയം, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അന്യഭാഷ പറഞ്ഞ്. പക്ഷെ ഈ പുള്ളിക്കാരൻ എന്തേ കാണുന്നുള്ളൂ. അപ്പൊ പുള്ളി വിചാരിച്ചു വീഞ്ഞു കുടിച്ച് മത്തായിട്ട് വന്നിരുന്ന്. അപ്പൊ ചെന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിന് നിന്റെ വീഞ്ഞിറങ്ങട്ടെന്ന് പറഞ്ഞു. അന്ന് യേശുവിൻ്റെ നാമം അല്ല, ഞാനങ്ങ് പറയുക. നമ്മളറിഞ്ഞ വിറ്റി അഴിച്ച പുള്ളിയെ ട്രാൻസ്ഫർ ആക്കിയനെ. കള്ളു കുടിക്കാത്തൊരു സഹോദരിയുടെ തലയെ കൈവച്ച് വീഞ്ഞിറങ്ങട്ടെന്ന് വല്ലതും പറഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് പറയാം, ആ ഉപദേശി ഇന്ന് തന്നെ പരസ്യമായിട്ട് എന്ത് ചെയ്തു? പള്ളി വെച്ച് അപമാനിച്ചു. അയാൾ 1 മിനിറ്റും പോലും തുടരാൻ പാടില്ല. പെണ്ണുരുമ്പെട്ടാൽ കാര്യം നടക്കും. അല്ലേ പറഞ്ഞു? പല പ്രശ്നത്തിൻ്റെയും പുറകിലെ ആണുങ്ങളല്ല, അവർ മുൻപ് നിൽക്കുന്നതിന് പുറകിലാരാണ്? പാറയെല്ലാവരും കൂടെ. സ്തോത്രം. അപ്പൊ അങ്ങനെ പക്ഷെ ഇവള് ഒന്നും മിണ്ടിയില്ല. ദൈവകൃപയുള്ളവരൊന്നിനും പ്രതികരിക്കത്തില്ല. ഈ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയെന്ന് പറഞ്ഞു. അവള് വീട്ടിൽ പോയി. പിന്നെ അവള് വരുന്നത് കുഞ്ഞിന്റെ മുല കൂടി മാറിയപ്പോഴാണ്. എപ്പോഴാണ്? കുഞ്ഞിന്റെ ഇവള് പോയി ഗർഭിണിയായി, പ്രസവിച്ചു, കുഞ്ഞിനെ വളർത്തി, മുല കൊടുത്തു. അവള് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, അത് പറയാനാണ് ഞാൻ വരുന്നത്. ഇവിടെ ആലയത്തിൽ വന്നപ്പോൾ അവിടെ എന്തൊക്കെയില്ല? വചനമില്ല, ദർശനമില്ല, ഏരി കിടന്നുറങ്ങുന്നു, കണ്ണു മങ്ങിപ്പോയി,
വിളക്ക് കെട്ടുകിടക്കുന്നു. അപ്പൊ പ്രാർത്ഥിച്ചത്, ഞങ്ങളുടെ പെനീനയ്ക്ക് ഉണ്ടാകുന്ന പോലെ കുറെ പിള്ളേർ എനിക്ക് വേണമെന്നല്ല പറഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ ആലയത്തിന്റെ ഈ സ്ഥിതി ഒന്ന് മാറാൻ എനിക്ക് തരുന്നെങ്കിൽ ദർശനമുള്ള ഒന്നിനെ, പ്രാർത്ഥിക്കുക. തെരുവാണെങ്കിൽ ദർശനമുള്ള ഒന്നിനെ, കണ്ണുമങ്ങാത്ത ഒന്നിനെ, റെവലേഷനുള്ള ഒന്നിനെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യഹോവയുടെ ആലയത്തിലെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന ഒന്നിനെ എനിക്ക് തരണം. ദൈവം ചോദിച്ചു, തന്നാൽ അങ്ങോട്ട് തരും. ഇങ്ങോട്ട് തന്നാൽ പറ, ഇങ്ങോട്ട് തന്നാൽ നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇങ്ങനത്തെ ഒരു തലമുറ എനിക്ക് തന്നാൽ നിനക്ക് തരും. അപ്പൊ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് മേടിക്കുക. മനസ്സിലാകുന്നില്ലേ? എനിക്ക് തന്നാൽ നിനക്ക് തരും. ഒരല്ലേ പറഞ്ഞേ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന പകൽ ദൈവം നിനക്ക് തന്നാൽ നീ തിരിച്ചു ദൈവത്തിന് കൊടുക്കുക. അവളുടെ ആ സമർപ്പണം, പിള്ളേരില്ലാതിരുന്നുണ്ടായ ഒരു കൊച്ചിനെ മുലകൂടി മാറിയപ്പോ എന്ന് പറഞ്ഞാൽ കൊഞ്ചിച്ചു തീരും മുമ്പേ, ലാളിച്ചു തീരും മുമ്പേ ആലയത്തിൽ കൊണ്ടുവന്നിട്ട് കർത്താവിനായി സമർപ്പിക്കുക. സ്തോത്രം. അപ്പൊ നേരെ പോയി കിടന്നത് പെട്ടകത്തോട് ചേർന്ന്. ഒരല്ലേലിയ പറയണം. ആത്മീക മാന്യം സംഭവിച്ച പിഴച്ച 2 പിള്ളേരുള്ള വീട്ടിൽ കൃപയുള്ള ഒരു അമ്മയുടെ മോനെ കൊണ്ടാക്കിയാൽ നമ്മൾ പറയും, എൻ്റെ പാസ്റ്റർ, എൻ്റെ കൊച്ചൻ നല്ല പയ്യനായിരുന്നു, പക്ഷെ കൂട്ടുകാരെല്ലാം കൂടി അവനെ, അങ്ങനെയാണേൽ ഏറ്റവും നശിക്കാൻ സാധ്യത ആരാ? ഷൗമേല. ഹലോ, കൂട്ടുകാരാണ് പിഴപ്പിക്കുന്നതെങ്കിൽ ഏറ്റവും പിഴയ്ക്കേണ്ടത് ആരാ മക്കളെ? ഷൗമേല. പക്ഷെ ഷൗമേൽ പിഴച്ചില്ല. അവന്റെ അങ്ങമ്മാടി അമ്മയായിരുന്നു. ഹലോ, ഇവിടെ എന്താ പറയുന്നത്? ഡേ കെയറോ? എന്തേലുമൊക്കെ ആട്ടെ. നിന്റെ കൊച്ച് അങ്ങമ്മാടിയിൽ നിന്ന് വന്നിട്ട് നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും വിട്ടേക്കുന്ന സ്ഥലം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിലെ ഡേ കെയർ എന്ന് പറയുന്നത്, യഥാർത്ഥ അധ്യാപിക എന്ന് പറയുന്നത് ആരാണ്? അമ്മയാണ്. അപ്പൊ അങ്ങനെ ഹന്ന കൊടുത്തു കഴിഞ്ഞ് അന്നയ്ക്ക് ദൈവം വേറെ മക്കളെ എന്ത് ചെയ്തു? കൊടുത്തു. ദൈവം അവളെ മാനിച്ചു. ഇപ്പൊ ശൗമേല് ഒന്ന് എഴുന്നേറ്റാൽ, ദാൻ എന്ന സ്ഥലത്ത് എഴുന്നേറ്റാൽ ബെർശേബ വരെയുള്ള ആളുകൾക്ക് പേടിയാവും. അല്ലേ പറഞ്ഞേ? ദാൻ മുതൽ ബെർശേബ വരെ ശൗമേൽ എന്ന പ്രവാചകൻ വരുന്നത് കേട്ടാൽ ജനത്തിന് പേടിയാ. ഹല്ലേലൂയ. നമ്മുടെ ഈ തലമുറയിലും അങ്ങനത്തെ തലമുറകളെ തരാൻ ദൈവം വിശ്വസ്തനാ. ഏറ്റെടുക്കുന്നവര് മാത്രം കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മള് ചില വിഷയങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഓബേദിനെ നമ്മുടെ സഭയുടെ അംഗമാക്കിയപ്പോൾ നിങ്ങൾക്ക് പൊതുവെ മനസ്സിലാകാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ലോജിക്കലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷമാണോ? അപ്പം സഭയുടെ വിശ്വസ്ത അംഗങ്ങളായി കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം നിങ്ങളെ മാനിക്കും, നിങ്ങളുടെ കുടുംബത്തെ മാനിക്കും, സഭയെയും മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 1 വാക്യം വേഗം ഒന്ന് വായിച്ചേ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറിയക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായോൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും ഇരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്,
നീഗർ എന്ന പേരുള്ള ശീമോൻ. അതാരാ? പത്രോസ് അല്ല. പത്രോസ് ശീമോൻ എന്ന പേരുള്ള പത്രോസാണ്. നീഗർ എന്ന പേരുള്ള ശീമോൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ക്രൂശിയോ വന്ന ശീമോൻ, കുറേനക്കാരനായ ശീമോൻ. ശീമോനും പിന്നത്തേത് കർത്താവിൻ്റെ ദാസനായിട്ട് മാറി. ഒരല്ലേ പറഞ്ഞേ. അതുകൊണ്ട് അവൻ്റെ 2 മക്കളും കർത്താവിൽ പ്രസിദ്ധരായി, രൂപോസും അലക്സാണ്ടറും. ക്രൂശ് ചുമക്കാൻ ഭാഗ്യം കിട്ടിയാൽ നിന്റെ തലമുറ മാനിക്കപ്പെടും. യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ച ഗവർണറാണ് ആര്? പീലാത്തോസ്. ആ കസാറ പിന്നിരുന്ന ഗവർണർ ഈ ശീമോന്റെ മോനായിരുന്നു. ഒരാൾ ഗവർണറുമായി, ഒരാൾ പത്രോസിന്റെ കസാറിൽ വരുന്നു, ഒരാൾ അപ്പോസ്തലനുമായി. 2 പേരും കർത്താവിൽ പ്രസിദ്ധ. ഒരല്ലേ പറഞ്ഞേ, നീ ക്രൂശി വന്നാൽ മതി, ബാക്കി തലമുറ ദൈവം എന്ത് ചെയ്തോളും? മാനിച്ചോളും. നല്ല അല്ലേ പറഞ്ഞാണ്. ഇപ്പൊ മിറ്റത്ത് സ്റ്റേറ്റിന്റെ കൊടി വെച്ച കാർ വന്ന് കിടക്കുക ഗവർണറുടെ. ഹല്ലേലൂയ. ഉടനെ ആളുകളെല്ലാം പത്രോസിനെ കാണാൻ വരുന്ന പോലെ പ്രാർത്ഥിക്കാൻ അടുത്തവനടുക്ക് വരിക. ഉടനെ അമ്മച്ചിയോട് ചോദിക്കുക, അമ്മച്ചി ഈ പിള്ളേർ 2 ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ കാരണം? അതേ, ഞങ്ങളുടെകത്തെ അങ്ങേരെ പിള്ളേരുടെ അച്ഛനെ പണ്ടത്തെ പറച്ചില്ല. ഇപ്പോൾ ശിവു രാജു എന്നൊക്കെ വിളിക്കുന്നത്. പണ്ടങ്ങനൊന്നും വിളിക്കത്തില്ല. ഇപ്പം നമ്മൾ വായി വരുന്ന പേരൊക്കെ അങ്ങ് വിളിക്കുക. പിന്നെ നമുക്ക് ജോലി, അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം കേട്ട് നിൽക്കുക. നമ്മുടെ സാഹചര്യമല്ലേ, ഓരോ ഗതികേട് വരുമ്പോഴേ. എൻ്റെ കൂടെ ആണല്ലോ അല്ലേ? ഫ്രൈസലോ. അപ്പം അന്ന് പേടിയാ. അത് ഞങ്ങളുടെകത്തെ അങ്ങേര് ഒരു പറച്ചില്ല. പണ്ടത്തെ ഞങ്ങളുടെകത്തെ അങ്ങേര്, ഞങ്ങളുടെ പിള്ളേരുടെ അച്ഛൻ. ഉറപ്പാ പിള്ളേരുടെ അച്ഛൻ പുള്ളിയാണ്. അല്ലാതെ കറക്റ്റായിട്ട് അന്ന് പറഞ്ഞു ഞങ്ങളുടെ പിള്ളേരുടെ അച്ഛൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ശീമോന്റെ ഭാര്യ പറയണത് ഞങ്ങളുടെകത്തെ അങ്ങേര് അന്ന് കൃപയാൽ ആ ക്രൂശിന്റെ അറ്റം ചുമന്നതാ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് എല്ലാ കാരണം. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളുടെ പിള്ളേരെയും അനുഗ്രഹിച്ചു. ഒരു സ്വോത്രം പറഞ്ഞേ. ഇന്ന് പകരക്കാലം നീ പരമാർത്ഥതയോടെ ക്രൂശി ചുമന്നാൽ നിന്നെ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക മാത്രമല്ല, ഇന്നലകളിലെ കുടുംബത്തിലെ ശാപം മാറും. നിന്റെ കുടുംബത്തിനെതിരെയുള്ള പാരമ്പര്യ ശാപങ്ങൾ, പൈശാചിക കെട്ടുകൾ എല്ലാം അഴിയാൻ നീ ഈ ക്രൂശി ചുമന്നാൽ. സമയമില്ലാത്തപ്പോൾ 12:15 12:30 ഹോൾ അടച്ച് പുള്ളിയിൽ പോകണം. അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ഞുറുക്കി കൊടുത്ത് പറഞ്ഞു വിടുന്നതല്ല കർത്താവിൻ്റെ മേശ. അല്ലല്ലേ പറഞ്ഞ്? സമയമില്ലാത്തപ്പോൾ ഇതൊന്നും നടത്തരുത്. സമയമുണ്ടെങ്കിൽ ഇതൊക്കെ നടത്താം. പ്രൈസ് ദി ലോർഡ്. ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിശുദ്ധ തിരുവെഴുത്തില് കർത്താവിൻ്റെ മേശയെന്നും കർത്താവിൻ്റെ അത്താഴമെന്നും തിരുവത്താഴമെന്നും ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ വിവിധ പേരുകളിൽ നമ്മളിതിനെ അറിയുന്നെങ്കിലും യേശു ക്രിസ്തു ഏറ്റവും ഒടുവിലായി സ്ഥാപിച്ച പുതിയ നിയമമാണ് കർത്താവിൻ്റെ തിരുമേശ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തില്ല. ആ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് സ്തേഫാനോസിൻ്റെ മരണവും കഴിഞ്ഞാണ് ശൗൽ എന്ന ബെന്യാമീൻ ഗോത്രക്കാരൻ പൗലോസായി മാറിയത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ശേഷം സഭ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ അല്പം പേടിച്ചു. അദ്ദേഹം ചില ദിവസങ്ങൾ അവരുടെ കൂടെ പാർത്ത് യേശു തന്നെ കർത്താവെന്ന് തെളിയിച്ച് പ്രസംഗിച്ച് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച അനന്തരം താൻ അറേബ്യ മരുഭൂമിയിലേക്ക് പോയി. ചില വർഷങ്ങൾ അറേബ്യ മരുഭൂമിയിൽ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ താൻ ശരീരത്തോടെയോ അല്ലാതെയോ എങ്ങനെയാണെന്ന് തനിക്കറിയത്തില്ല, 3-ാം സ്വർഗത്തിൽ വരെ പോയി. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയമായ നിരവധി സഭയുടെ മർമ്മങ്ങൾ ദൈവം പൗലോസിനെ അറിയിച്ചു. തിരിച്ചു വന്ന പൗലോസ് നമുക്ക് ലേഖനം എഴുതി പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാണ്. അപ്പൊ കർത്താവിൻ്റെ തിരുമേശയെക്കുറിച്ച് വാസ്തവത്തിൽ ആധികാരികമായിട്ട് എഴുതേണ്ടിയിരുന്നത് പത്രോസോ
യാക്കോബോ, യോഹന്നാനോ ആരെങ്കിലും ഒക്കെയാണ്. പക്ഷെ അവരെ കൊണ്ട് എഴുതിപ്പിക്കാതെ ആരെ കൊണ്ട് എഴുതിപ്പിച്ചു? പൗലോസിനെ കൊണ്ട്. അപ്പൊ അദ്ദേഹം എടുത്തു പറയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്ന എന്തെന്നാൽ, നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ കർത്താവ് താൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് പുതിയ നിയമത്തിൽ എൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. അപ്പം ഒന്നായിരിക്കുന്നത് പോലെ സഭയും പലരെങ്കിലും ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. സഭയുടെ യൂണിറ്റി. പ്രൈസ് ദി ലോർഡ്. തൊട്ട് പറഞ്ഞ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ. അപ്പൊ ബാക്കി ശുശ്രൂഷയെല്ലാം ചെയ്യുന്നത് പാർശ്വമാണെങ്കിലും കർത്താവിന്റെ തിരുമേശ ഒന്നിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആ പദം നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപദം, നാം നുറുക്കുന്ന അപ്പം. അപ്പൊ ഇത് നാം ആണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ കൂടെയാണോ? പ്രൈസ് ദി ലോർഡ്. സഭ ഒന്നിച്ച് ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇത്. ഞാനിത് ശുദ്ധീകരിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെടുത്താലും എനിക്ക് പ്രശ്നമില്ല. അത് നിങ്ങൾ ദൈവവുമായിട്ട് കണക്ക് തീർക്കേണ്ടതാണ്. പക്ഷെ തിന്നുന്നവൻ, അപ്പം തിന്നുന്നവൻ, വീഞ്ഞ് കുടിക്കുന്നവൻ തന്നെത്താൻ വിവേചിക്കാഞ്ഞാൽ, അത് ഉപദേശിയല്ല ചെയ്യേണ്ടേ, അത് അവരവർ ചെയ്യേണ്ട കാര്യമാണ്. തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും ഇത് ഹേതുവായി അനേകരും രോഗികളാകും, അനേകരും നിദ്ര കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അതീവ ഗൗരവത്തോടെ പഠിപ്പിക്കുകയും പഠിക്കുകയും കഴിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് കർത്താവിൻ്റെ തിരുമേശ. ഞാൻ ഇന്നലെ നിങ്ങളെ സൂചിപ്പിച്ചായിരുന്നു, യേശുക്രിസ്തു എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് മാറ്റിക്കെട്ടിയ ദൈവത്തിൻ്റെ യാഗമൃഗമാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് യേശു കടന്നു പോയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ദേ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. സൈമൺ സാർ എന്ന് പറയുന്ന മഹാകവി ആറന്മുള മരിക്കാറായി കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കാണാനായിട്ട് അക്കാലത്ത് അറിയപ്പെടുന്ന ഭക്തകവികളായ 2 ദൈവദാസന്മാരെ അടുക്കച്ചു. ചെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയമാണ്. മഹാകവി പട്ടം കിട്ടിയ ദൈവദാസനാണ് ആര്? അപ്പം ഇവർ ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ദൈവം എന്നെ കണ്ടെന്നൊരു ദൈവദാസൻ പറഞ്ഞു. അപ്പം കിടന്നുകൊണ്ട് മിണ്ടാൻ വൈകലും പുള്ളി പറഞ്ഞു, അതിന് മുമ്പെയാന്ന് പറഞ്ഞു, കൈകൊണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ പറഞ്ഞു, മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ്, അതിന് മുമ്പാന്ന് പറഞ്ഞു. കൈ കാണിക്കാനേ ഒക്കത്തുള്ളൂ, മിണ്ടാനൊക്കത്തില്ല. പറഞ്ഞു ലോകമുണ്ടാകുന്നതിന് മുമ്പേ എന്നെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ നമ്മെ അന്നേ കണ്ടതാ. ആ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് കർത്താവിൻ്റെ മേശ. കർത്താവിൻ്റെ ദേഹത്ത് 5 മുറിവുകൾ ഉണ്ടായിരുന്നു. 5 മുറിവുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വഴിയെ വരുമ്പോൾ കാണുമല്ലോ, 2 കയ്യേൽ 2 ആണി 2 കാല് ചേർത്ത് വെച്ച് 2 ഒരാണി. അപ്പോൾ എത്രയായി? 4 മുറിവ്. പിന്നെ ഈ നെഞ്ചിൻ്റെ ഇവിടെ ഇങ്ങനെ 1 മുറിവ്, അതിലൂടെ 2 തുള്ളി പെയിൻറ് ഒഴുകുന്നു, കയ്യെ കൂടെ 2 തുള്ളി പെയിൻറ് ഒഴുകുന്നു. പിന്നെ ഇങ്ങനെ തൊട്ടാവാടി മുള്ള പോലെ സാധനം വെച്ചിട്ട് ഇതേ കൂടെ 2 തുള്ളി. അതൊന്നും അല്ല കർത്താവിൻ്റെ മുറിവ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ 1ാമത്തെ മുറിവ് ഉള്ളിലെ മുറിവാണ്. അത് ലോകത്തിൽ വേറെ ആരും കണ്ടിട്ടില്ല. അകത്ത് മുറിഞ്ഞു.
അത് പിതാവും പുത്രനും മാത്രം അറിഞ്ഞുള്ള മുറിവാണ്. പുറത്തേക്ക് രക്തമൊഴുകി ഗെത്സമനയിൽ, പക്ഷെ രക്തം വന്നത് മുഴുവൻ അകത്തുനിന്ന്, പുറത്ത് പാടില്ല. അപ്പൊ ഒന്നാമത്തെ മുറിവ് എവിടാണ് പറഞ്ഞേ? ഉള്ളിലെ മുറിവ്. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞ ഹൃദയം തകർന്നവർക്ക്, മനസ്സ് നുറുങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥനാ. സ്വത്രം പറയണം. ഉള്ളം മുറിഞ്ഞവനാണ് നിന്റെ കർത്താവ്. സ്തോത്രം. രണ്ടാമത്തെ മുറിവ് ചാട്ടവാറിനുള്ള മുറിവാണ്. ചൂണ്ടകളും കൊളുത്തുകളും എല്ലാം കൂടെ ചേർത്ത് പിന്നിയ ചാട്ടവാറിനുള്ള മുറിവ്. മൂന്നാമത്തെ മുറിവ് മുള്ളിനാലുള്ള മുറിവ്. ഇന്നലെ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചായിരുന്നു. മുള്ളിനാലുള്ള മുറിവ് ഒന്ന് വായിച്ചൊരു ആ വാക്യം കേട്ടോ, സമയമില്ലെങ്കിൽ നമുക്ക്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം, അല്ല മത്തായി സുവിശേഷം 27-29 വായിച്ചാട്ട്. ഞാനിത് പറഞ്ഞു വിട്ടായിരുന്നു, നിങ്ങൾക്കൊന്നും സംശയം കണ്ടോ? അപ്പൊ അവിടെ വളരെ വ്യക്തമാണ്. മുള്ളുകൊണ്ട്, വള്ളി കൊണ്ടല്ല, മുള്ളുകൊണ്ട്. നമ്മൾ ഈ കാണുന്നൊക്കെ എന്തുകൊണ്ടുള്ള, നിങ്ങൾ ഈ വഴിയിലൊക്കെ കാണുന്ന എന്തുകൊണ്ടുള്ള അതല്ല കിരീടം. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കോലുകൊണ്ട് അടിച്ചുറപ്പിക്കണമെങ്കിൽ ഈ നെറ്റിക്ക് കാണുന്ന വള്ളി അല്ലല്ലോ. ഇനി 4 ഇഞ്ച് വലിപ്പമുള്ള മുള്ളായിരുന്നു. ഒരു മുള്ളു കൊണ്ടാൽ മരുഭൂമിയിലെ പാറകളുടെ ഇടയിൽ വസിക്കുന്ന തേള്, നാട്ടിലെ നമ്മുടെ സാധാരണ തേളല്ല, മരുഭൂമിയിലെ പാറകളുടെ ഇടയിൽ വസിക്കുന്ന കൊടിയ തേള്. പ്രൈസ് ദി ലോർഡ്. ഒരാളെ വാലുകൊണ്ട് കുത്തിയാൽ അടുത്ത 24 മണിക്കൂറോ 48 മണിക്കൂറോ അവൻ്റെ മുഴുവൻ സന്ധികളിൽ കട്ടുകഴപ്പുണ്ടായി അനുഭവിക്കുന്ന വേദന ഒരു മുള്ളു കൊണ്ടാൽ ഉണ്ടാവും. അത്രയും മുള്ളുകൊണ്ടുള്ള കിരീടമാണ് മെടഞ്ഞ് തലയിൽ വെച്ച് കോലുകൊണ്ടടിച്ച് ഉറപ്പിച്ചത്. ഒരു സ്തോത്രം പറഞ്ഞ്. നാലാമത്തെ മുറിവ് ആണികളാലുള്ള മുറിവാണ്. അപ്പം ഒന്നാമത്തെ മുറിവ് എന്തുവാ? ഉള്ളിലെ മുറിവ്. രണ്ടാമത്തെ മുറിവ് എന്തുവാ? ചാട്ടവാറിന്റെ മുറിവ്. മൂന്നാമത്തെ മുറിവ് എന്തുവാ? മുള്ളുകൊണ്ടുള്ള മുറിവ്. നാലാമത്തെ മുറിവ് എന്തുവാ? ആണികളുടെ മുറിവ്. അഞ്ചാമത്തെ മുറിവാണ് വിലാപ്പുറം കുന്തം കൊണ്ട്. 5 മുറിവുകൾ തന്നെ പ്രസംഗിക്കാൻ പോയാൽ ഇന്ന് മൊത്തം വേണം. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. 5 മുറിവുകൾ എന്ന് പറയുന്നത് ഈ പടത്തിലും കാണുന്ന മുറിവല്ല. ഈ 5 മുറിവുകളിൽ കൂടെ ഏറ്റവും ഒടുവിൽ ഒഴുകിയത് രക്തവും വെള്ളവും കൂടെ എന്ന് പറഞ്ഞാൽ ഇനി ആ ശരീരത്ത് രക്തം ഒട്ടും ഇല്ല. ഗെത്സമനം മുതൽ ഗാഗുൽത്ത വരെ 7 ഇടങ്ങളിലായി 5 മുറിവുകളിലൂടെ രക്തം മുഴുവൻ വാർന്നൊഴുകി. നമ്മുടെ എല്ലാം രക്തം ഭൂമിയിൽ വീണാൽ മിനിറ്റുകൾ കഴിയുമ്പോൾ അത് കട്ട പിടിക്കും, ഇല്ലേ? പിടിക്കും. കട്ട പിടിക്കാതെ ഇന്ന് ലൈവായിട്ട് ഒഴുകുന്ന ഒരു രക്തമേ ഉള്ളൂ. അത് യേശുവിന്റെ രക്തമാണ്. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ കാരണം പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ പിറന്നത് തന്നെ പാപത്തിലാണ്. എൻ്റെ ശരീരത്തെ രക്തം പാപമംഗലമായ രക്തമാണ്. യേശുവിൻ്റെ ദേഹത്ത് ആ രക്തം ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? യോസഫിന്റെ രക്തം ആരുടെ ദേഹത്തില്ല? യേശുവിന്റെ ദേഹത്ത് ഇല്ല. അത്യുന്നതിന്റെ ശക്തി നേരിട്ടുണ്ടായ യേശു ക്രിസ്തു ജനിച്ചത്, പുസ്തകം പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവത്തിന്റെ വിശുദ്ധ പ്രജയായിരിക്കും. ഇപ്പൊ ഈ ഭൂമിയിൽ അശുദ്ധ പ്രജയല്ലാതെ വിശുദ്ധ പ്രജയായിട്ട് ഒരാളെ ജനിച്ചിട്ടുള്ളൂ. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാപമില്ലാതെ ഒരാളെ ജീവിച്ചിട്ടുള്ളൂ. ലോകത്തെ ചൂണ്ടി വെല്ലുവിളിച്ചു, നിങ്ങളിലാർക്ക് എന്റെ ഒരു പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താമെന്ന് വെല്ലുവിളിച്ച ഒരാളെ ഉള്ളൂ, അത് യേശു. ഒരല്ലേ പറഞ്ഞേ? പാപമില്ലാത്ത പരിശുദ്ധന്റെ രക്തം. സ്വത്രം പറയുന്നു. ഇന്ന് സംസാരിക്കുന്ന ഒരു രക്തമേ ഉള്ളൂ.
അത് യേശുവിന്റെ രക്തമാണ്. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുക. അപ്പൊ ആ രക്തം ഞാനിപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഈ വീഞ്ഞ് രക്തമാകുന്നില്ല, ഈ റൊട്ടി ശരീരമാകത്തുമില്ല. ഹലോ, കത്തോലിക്ക സഭ പോലെയുള്ള മാന്യസഭകൾ ഇതിന് ഗതിഭേദത്താൽ ആച്ഛാദനം വരും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ബലി അർപ്പിച്ചു കഴിയുമ്പോൾ ഇത് മാംസമായും രക്തമായും തീരുമെന്നൊക്കെ പഠിപ്പിച്ചാൽ ഇതൊരിക്കലും മാംസമാകത്തില്ല, രക്തമാകത്തില്ല. ഇതൊരു സിംബോളിക്കലാണ്. പ്രൈസലോ. പക്ഷെ ഇത് നിങ്ങള് ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ എന്താ ഓർക്കേണ്ടത്? നിന്നെ നീയാക്കി മാറ്റാൻ സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ദൈവത്തോടുള്ള സമത്വം വിട്ട് താണലോകത്തിൽ വന്ന് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിനെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. അപ്പൊ യോഹന്നാൻ ക്രൂശിലോട്ട് ചൂണ്ടുക, ക്രൂശി കിടക്കുന്ന യേശുവിനെ ചൂണ്ടിക്കണം. കാൺമീൻ. സഭായോഗത്തിൽ വരുമ്പോ നിങ്ങളെല്ലാം കാണണം. നിന്റെ തൊട്ടു മുമ്പിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടധാരിയായി സ്വന്തം തോളിൽ തല ചായിച്ചു കിടക്കുന്ന യേശുവിനെ കാണണം. കാൺമീൻ നാം, ബാക്കി പറ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടതിന് പിതാവ് എന്തോ ഒരു വലിയ സ്നേഹമാ കാൽവറി കാണിച്ച്. നല്ലൊരു പറഞ്ഞേ ഹല്ലേലൂയ. കാൽവറി ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ. കാൽവറി പൊന്നുമാർവോടാണ് ചീടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹം. ഓ പൊന്നുമാർവോടാണ് ചീടും എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. പൊന്നുമാർവോടാണ് ചീടും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ മഹത്വമേറിയ മേശയിലെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ ഒന്നുകൂടെ കഴുകണം, ഞങ്ങളെ ഒന്നുകൂടെ വെടിപ്പാക്കണം. നിനക്കൃപയുടെ മറുപടത്തിൽ മറക്കണം. ഞങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്നത് വരെ വിശുദ്ധിയോടെ ജീവിപ്പാൻ കൃപ ചെയ്യണം. മഹത്വം പങ്കെടുക്കണം, ശുശ്രൂഷയ്ക്ക് ബലം തരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ദേവദാസൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 വാക്യങ്ങൾ വേഗം വായിച്ച് സഹായിക്കുമല്ലോ. നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ ദൈവമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാനാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ,
ഈ അപ്പത്തെ ശുദ്ധീകരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ അപ്പത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവിടുത്തെ മുറിവേറ്റ ആണിപ്പതിലെ കരം ഈ അപ്പത്തിന്മേൽ നീട്ടിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളിത് ഭക്ഷിച്ച് ബലപ്പെട്ട് കർത്താവിന്റെ കാഹളധ്വനിയോടും വിശ്വസത്തോടെ ജീവിപ്പാൻ കൃപ ചെയ്യണം. തൃക്കരം നീട്ടി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവാകുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ കർത്താവ് ദാനപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് പുതിയ നിയമത്തിൽ അനേകർക്ക് വേണ്ടി പൊടിക്കപ്പെട്ട നുറുക്കപ്പെട്ട എൻ്റെ ശരീരമാകുന്നു. നിങ്ങളിത് ഭക്ഷിക്കുമ്പോഴൊക്കെയും ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇത് പുതിയ നിയമത്തിൽ എൻ്റെ ശരീരമാകുന്നു. നിങ്ങളിത് ഭക്ഷിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. പരരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. പാട്ടിന്റെ ചരണങ്ങൾ പാടാൻ ഗാഗുൽത്തായുടെ കൊടുമുടി വരെ, അവസാനത്തുള്ളി രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഞങ്ങളുടെ പാപത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തി ഞങ്ങളുടെ അടയപ്പെട്ട പറുദീസ തുറക്കത്തന്ന് നിത്യത ഒരുക്കി മക്കളാക്കി അവകാശികളാക്കി തീർത്ത ആ രക്തം ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായി സ്തുതിക്കുന്നു. ആ ചൊരിയപ്പെട്ട രക്തത്തിന്റെ ഉടമയായ കർത്താവിന്റെ അത്ഭുതമാർന്ന മുറിവേറ്റ കരം ഈ പാനപാത്രം എന്നിട്ട് ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പാനം ചെയ്ത് പ്രത്യാശയുള്ളവരായി നിത്യതയെ കാത്തുകൊണ്ട് പാർക്കുവാൻ കൃപ ചെയ്യണം. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആവണം തന്നെ താഴം കഴിഞ്ഞ ശേഷം കർത്താവ് താൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. യേശു ഓർക്കമീ എന്നുള്ള ഓ യേശു ലോകർ ചെയ്ത ഓർക്കമീ എന്നുള്ള കാട്ടു ചെന്ന കൂട്ടമായോ പ്രാടിനെ പീഡിച്ചപ്പോ കൂട്ടമായി സ്തോത്രം ചെയ്ത് പാനപാത്രവും പാനം ചെയ്യാമല്ലോ. പ്രിയ ദൈവമക്കളെ, ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും ദൈവം നമുക്ക് ശുദ്ധീകരിച്ചു തന്നതിനായി കരമേറി സ്തോത്രം ചെയ്യാം. മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിക്കുന്നു. ഇത് വാക്കും ഭാഷണവും കൂടാതെ നമ്മെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ ഏത് സമയത്തിലും നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരും. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്തൃമേശയിൽ പങ്കാളികളായി. നമ്മുടെ സമശിഷ്ടങ്ങൾ, നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ സഹോദരവർഗങ്ങൾ അതേ കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ അവരും ഈ നിത്യതയിൽ പ്രവേശിക്കേണ്ടതിന് അവരോട് സുവിശേഷം പങ്കിടുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ നാം രക്ഷിക്കപ്പെട്ട കാര്യം, സ്നാനപ്പെട്ട കാര്യം, വേർപെട്ട കാര്യം അവരറിഞ്ഞു കാണത്തില്ല.
അവരോട് സ്നേഹത്തിൽ പറയണം, പപ്പ, മമ്മി, ഞാൻ സ്നാനപ്പെട്ടു, സത്യം ഇതാണ്, സത്യം ഞാൻ അറിഞ്ഞപ്പോൾ സത്യം എന്നെ സ്വതന്ത്രമാക്കി. വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ വിട്ട് നിങ്ങളും ഈ സത്യം അറിയണമെന്ന് ലജ്ജ കൂടാതെ പറയാൻ നമ്മൾ പ്രാഗൽഭ്യം പ്രാപിക്കണം. അങ്ങനെ നിങ്ങളുടെ സഹോദരവർഗങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഈ രക്ഷ അറിയാത്ത മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ ഈ സന്തോഷം അറിയുവാനിടയായി തീരട്ടെ. ഇവിടെ തന്നെ ഒരുപക്ഷെ ഭർത്താവ് കൃപയിലായിരിക്കും, ഭാര്യ അല്ലായിരിക്കും, ഭാര്യ കൃപയിലായിരിക്കും, ഭർത്താവ് അല്ലായിരിക്കും. അവരോടൊക്കെ നിങ്ങൾ പേടിക്കാതെ സ്നേഹത്തോടെ ധൈര്യത്തോടെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് യേശുവിൻ്റെ മണവാട്ടി അതിനെ കൊണ്ടുവരുവാൻ ദൈവ കൃപ ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹീതമായ തിരുമേശയ്ക്കായി സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഇനി ഒരുമിച്ച് കൂടി വന്ന് അങ്ങയുടെ മേശയിൽ പങ്കാളികളാകുന്നത് വരെ ഞങ്ങളെ അവിടെവിടങ്ങളായി സൂക്ഷിക്കണമേ. ദൈവകൃപ കൊണ്ട് മറച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു പ്രത്യാശയുടെ പാട്ട് പാടുമ്പോൾ നിങ്ങൾ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. അതിനുള്ളൊരു വേദഭാഗം ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കും. എഫെസ്യ ലേഖനം 5-ാം അധ്യായം, തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ആ വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സഹോദരന്മാരെ, സമാധാന ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ.